കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ ഇന്ന് സെക്കൻഡ് ഇയർ ഹയർ സെക്കൻഡറി മോഡൽ എക്സാമിനേഷൻ ഫെബ്രുവരി 2026 ഫിസിക്സ്, അതായത് നമ്മുടെ ഇക്കഴിഞ്ഞ +2 മോഡൽ എക്സാം ഫെബ്രുവരി 2026 കഴിഞ്ഞ മോഡൽ എക്സാമിൻ്റെ ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പറാണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യം നമുക്ക് 1 മുതൽ 7 വരെയുള്ള ചോദ്യങ്ങളിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, when a glass rod is rubbed with silk, the glass rod, ഒരു ഗ്ലാസ് ദണ്ട് സിൽക്കിൽ ഉരച്ചാൽ ഗ്ലാസ് ദണ്ട്, അപ്പോൾ ഒരു ഗ്ലാസ് റോഡ് സിൽക്കിൽ റബ്ബ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നാണ് അവിടെ ഓപ്ഷൻ തന്നിട്ടുണ്ട്. എ ഗെയിൻസ് പ്രോട്ടോൺസ്, പ്രോട്ടോണുകൾ നേടുന്നു. ബി ഗെയിൻസ് ഇലക്ട്രോൺസ്, ഇലക്ട്രോണുകൾ നേടുന്നു. സി ലോസസ് ഇലക്ട്രോൺസ്, ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുന്നു. ഡി ലോസസ് പ്രോട്ടോൺസ്, പ്രോട്ടോണുകൾ നഷ്ടപ്പെടുന്നു. അപ്പോൾ ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ? ഓപ്ഷൻ സി ലോസസ് ഇലക്ട്രോൺസ്, ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുന്നു. അതായത് ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഈ ഗ്ലാസ് റോഡ് നമ്മൾ സിൽക്കുമായിട്ട് റബ്ബ് ചെയ്യും, ഉരസുമ്പോൾ അവിടെ ഒരു എഫക്റ്റ് ഉണ്ടാവുന്നു, ട്രൈബോ ഇലക്ട്രിക് എഫക്റ്റ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഇത് കാരണം നമ്മുടെ ഈ ഗ്ലാസ്സിൽ നിന്ന് ആ സിൽക്കിലോട്ട് ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ആവുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രോൺസ് ഈ ഗ്ലാസ് റോഡിൽ നിന്ന് നഷ്ടപ്പെട്ട് എങ്ങോട്ട് പോകുന്നു? സിൽക്കിൽ പോകുന്നു. അപ്പോൾ അതായത് നമ്മുടെ ഗ്ലാസ് റോഡ് ഇലക്ട്രോണിനെ സിൽക്കിലോട്ട് വിട്ടു കൊടുക്കുകയാണ്. അപ്പോൾ ഗ്ലാസ് റോഡ് അവിടെ പോസിറ്റീവ് ചാർജായിട്ട് മാറുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് അവിടെ സംഭവം. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ലോസസ് ഇലക്ട്രോൺസ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, when a dielectric slab is inserted between the plates of an isolated charged capacitor, the capacity to store energy in it dash. ഒരു ചാർജ് ചെയ്ത കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റുകൾക്കിടയിൽ ഒരു ഡൈഇലക്ട്രിക് സ്ലാബ് ചേർക്കുമ്പോൾ അതിൽ ഊർജം സംഭവിക്കാനുള്ള കഴിവ് ഡാഷ്, കൂടുന്നോ കുറയുന്നോ എന്ത് സംഭവിക്കുന്നു എന്നാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻ തന്നിട്ടുണ്ട്. എ ഇൻക്രീസസ്, കൂടുന്നു. ബി ഡിക്രീസസ്, കുറയുന്നു. സി റിമൈൻസ് ദ സെയിം, അതേപടി തുടരുന്നു. ഡി മേ ഇൻക്രീസ് ഓർ ഡിക്രീസ്, കൂടുകയോ കുറയുകയോ ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ ശരിയായിട്ടുള്ള ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ഇൻക്രീസസ്, കൂടുന്നു എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. കാരണം നമ്മൾ ഈ കപ്പാസിറ്ററിൻ്റെ ഈ പ്ലേറ്റുകൾക്കിടയിൽ ഒരു ഡൈഇലക്ട്രിക് സബ്സ്റ്റൻസ് വെക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യുക, അതിനിടയ്ക്കുള്ള അതിൻ്റെ കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യുവാണ്. ഓക്കെ, അങ്ങനെ കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നത്, അതായത് വർദ്ധിക്കുന്നത് ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ എനർജിയും എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അതാണ് അവിടെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ഇൻക്രീസസ്. അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ, സെൽഫ് ഇൻഡക്റ്റൻസ് പ്ലേസ് ദ റോൾ ഓഫ്, സെൽഫ് ഇൻഡക്റ്റൻസ് താഴെ കാണിച്ചിരിക്കുന്നതിൽ എന്തിന്റെ പങ്ക് നിർവഹിക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അവിടെ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഒന്ന് എ ഇലക്ട്രിക്കൽ ഇനേർഷ്യ, വൈദ്യുത ജഡത്വം. ബി ഇലക്ട്രിക്കൽ ഫ്രിക്ഷൻ, വൈദ്യുത ഘർഷണം. സി ഇൻഡ്യൂസ്ഡ് EMF, പ്രേരിത EMF. ഡി ഇൻഡ്യൂസ്ഡ് കറന്റ്, പ്രേരിത വൈദ്യുതധാര. അപ്പോൾ ഏതാണ് ശരിക്കുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ സെൽഫ് ഇൻഡക്റ്റൻസ് താഴെ തന്നിരിക്കുന്നത് എന്തിൻ്റെ പങ്കിനെയാണ് വഹിക്കുന്നതെന്നാണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ഇലക്ട്രിക്കൽ ഇനേർഷ്യ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് വെച്ചാൽ, ഒരു കോയിലിലൂടെ ഇങ്ങനെ കറണ്ട് പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കറണ്ടിലെ മാറ്റത്തെ എതിർക്കുന്ന ഒരു ക്യാരക്ടർ, എതിർക്കുന്ന ഒരു സ്വഭാവത്തിനെയാണ് നമ്മൾ സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇനേർഷ്യയ്ക്ക് തുല്യമാണ്. അതുകൊണ്ടാണ് അവിടെ നമുക്ക് ഓപ്ഷൻ എ ഇലക്ട്രിക്കൽ ഇനേർഷ്യ ചൂസ് ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, അടുത്ത ഫോർത്ത് ക്വസ്റ്റ്യൻ, ഡിസ്പ്ലേസ്മെന്റ് കറന്റ് എക്സിസ്റ്റ് ഓൺലി വെൻ, ഡിസ്പ്ലേസ്മെന്റ് കറന്റ് നിലനിൽക്കുന്നത് എപ്പോൾ മാത്രമാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ചേഞ്ചിങ്, വൈദ്യുത മണ്ഡലം മാറുമ്പോൾ. ബി മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ചേഞ്ചിങ്, കാന്തിക മണ്ഡലം മാറുമ്പോൾ. സി ഇലക്ട്രിക് ഫീൽഡ് ഈസ് നോട്ട് ചേഞ്ചിങ്, വൈദ്യുത മണ്ഡലം മാറാതിരിക്കുമ്പോൾ. ഡി മാഗ്നറ്റിക് ഫീൽഡ് ഈസ് നോട്ട് ചേഞ്ചിങ്, കാന്തിക മണ്ഡലം മാറാതിരിക്കുമ്പോൾ എന്നിങ്ങനെ കുറച്ച് ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഓപ്ഷനിൽ ഈ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് നിലനിൽക്കുന്നത് എപ്പോഴാണെന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ചേഞ്ചിങ്, അതായത് ഇലക്ട്രിക് ഫീൽഡ് മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് നിലനിൽക്കുന്നത്. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഈ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് തന്നെ ഉണ്ടാവുന്ന എപ്പോഴാണ്? ഓരോ ടൈമിനനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡ് മാറിക്കൊണ്ടിരിക്കുന്നത് മൂലമാണ് നമുക്ക് ഈ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഉണ്ടാവുന്നത്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ചേഞ്ചിങ് എന്നുള്ളതാണ് ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. ഇനി അടുത്ത ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ,
In Rutherford experiment for head-on collision of alpha particles with a gold nucleus, the impact parameter is dash. അപ്പോൾ റുദർഫോർഡ് പരീക്ഷണത്തിൽ ആൽഫ കണികകൾ ഒരു സ്വർണ്ണ ന്യൂക്ലിയസുമായി നേരിട്ട് കൂട്ടിയിടിക്കുമ്പോൾ ഹെഡ് ഓൺ കൊളിഷൻ, അതിനാണ് ഹെഡ് ഓൺ കൊളിഷൻ എന്ന് പറഞ്ഞത്. ഇമ്പാക്ട് പാരാമീറ്റർ ഡാഷ് ആണ് എന്നാണ്. അപ്പോൾ അത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇമ്പാക്ട് പാരാമീറ്റർ എപ്പോഴും എന്താണ് 0 ആയിരിക്കും, 0 ആയിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആൻസർ 0 ആണ്. ഓക്കെ, ഇനി അടുത്ത 6th ക്വസ്റ്റ്യൻ. ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ലൈറ്റ് പാസിംഗ് ഫ്രം ഗ്ലാസ് ടു വാട്ടർ ഈസ് മിനിമം ഫോർ ഡാഷ്. ഗ്ലാസ്സിൽ നിന്ന് വെള്ളത്തിലേക്ക് പ്രകാശം കടന്നു പോകുന്നതിൻ്റെ ക്രിട്ടിക്കൽ കോൺ ഏറ്റവും കുറഞ്ഞത് ഏത് നിറത്തിനാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഏതാണ് ആൻസർ? അവിടെ ഓപ്ഷൻ തന്നിട്ടുണ്ട്, റെഡ്, വയലറ്റ്, ഗ്രീൻ, ഓറഞ്ച് എന്ന്. അപ്പോൾ ഇതിൽ ഏതാണ് ഓപ്ഷൻ? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് വയലറ്റ് ആണ്. ഓപ്ഷൻ ബി വയലറ്റ് കളറാണ് ശരിയായിട്ടുള്ള ആൻസർ. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ നിറങ്ങളുടെ എല്ലാ നിറങ്ങളുടെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വ്യത്യസ്തമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ളതിനാണ് ക്രിട്ടിക്കൽ ആംഗിൾ ഏറ്റവും കുറവ്. അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുമ്പോൾ ക്രിട്ടിക്കൽ ആംഗിൾ കുറയുന്നു. ഓക്കെ, അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏറ്റവും കൂടുതൽ വയലറ്റിനാണ്. അങ്ങനെയുള്ള വയലറ്റ് ആണെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏറ്റവും കൂടുതൽ വയലറ്റിനാണ്. അപ്പോൾ അതിൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ ഏറ്റവും കുറവായിരിക്കും. അങ്ങനെയാണ് ഇവിടെ ആൻസർ ബി എന്ന് നമുക്ക് എത്തുന്നത്. ഓക്കെ, ഇനി 7th ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ് ട്രൂ ഓർ ഫാൾസ്. ഇനി ശരിയോ തെറ്റോ എന്ന് പറയാനാണ്. ദ ന്യൂക്ലിയർ ഫോഴ്സ് ഈസ് ഷോർട്ട് റേഞ്ച്ഡ്. ന്യൂക്ലിയർ ബലം ഹ്രസ്വദൂര പരിധിയിലുള്ളതാണ്. അപ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതെന്താണ് ആൻസർ? ട്രൂ, ശരിയാണ്. കാരണം ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ന്യൂക്ലിയർ ഫോഴ്സ് വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ എന്താണ്, ഇതിന് വളരെ ശക്തമായ ബലമാണെങ്കിലും എന്താണ്, ഇത് കുറച്ച് ദൂരത്തേക്ക് മാത്രമേ അത് പ്രവർത്തിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ന്യൂക്ലിയർ ഫോഴ്സിനെ ഷോർട്ട് റേഞ്ച്ഡ് ഫോഴ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ശരിയാണ്. ആൻസർ ഈസ് ട്രൂ. ഇനി അടുത്ത് ആൻസർ എനി 5 ക്വസ്റ്റ്യൻസ് ഫ്രം 8 to 14. 8 മുതൽ 14 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 5 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. ഞാനിവിടെ എല്ലാം പറയുന്നുണ്ട്. ഈച്ച് ക്യാരീസ് 2 സ്കോർ. ഓരോന്നിനും 2 മാർക്ക് വീതമാണ് വരുന്നത്. ഓക്കെ, 5 എണ്ണം എഴുതിയാൽ മതി. 8th ക്വസ്റ്റ്യൻ. ദ ഗ്രാഫ് ഷോസ് ടെർമിനൽ വോൾട്ടേജ് V വോൾട്ട് വേഴ്സസ് കറന്റ് I ആംപിയർ ഫോർ ആൻ ഇലക്ട്രിക് സെൽ. ഒരു സെല്ലിൻ്റെ ടെർമിനൽ വോൾട്ടേജ് V വോൾട്ടും കറന്റ് I ആംപിയറും തമ്മിലുള്ള ഗ്രാഫ് താഴെ തന്നിരിക്കുന്നു. അപ്പോൾ ആ ഗ്രാഫ് നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. അപ്പോൾ ഗ്രാഫിൽ എന്താ മനസ്സിലാക്കുന്നത്? കറന്റും വോൾട്ടേജും ഗ്രാഫാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി എന്താണ് എ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ EMF ഓഫ് ദ സെൽ. സെല്ലിന്റെ EMF കണ്ടെത്തുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ, 1ാമത്തെ ക്വസ്റ്റ്യൻ. ശരിക്കും EMF എന്ന് പറഞ്ഞാൽ കറണ്ട് അതുവഴി ഫ്ലോ ചെയ്യാതിരിക്കുമ്പോഴുള്ള ടെർമിനൽ വോൾട്ടേജ് എത്രയെന്നാണ്. കറണ്ട് ഫ്ലോ ചെയ്യാതിരിക്കുമ്പോൾ, അതായത് കറണ്ട് 0 ആകുമ്പോഴുള്ള ആ ടെർമിനൽ വോൾട്ടേജ് എത്രയെന്നാണ് EMF എന്ന് അർത്ഥം. അപ്പോൾ നമ്മൾ നോക്കുക, അതായത് I0 ആകുമ്പോൾ വോൾട്ടേജ് എത്രയാണ് ഇവിടെ തന്നിരിക്കുന്നതെന്ന് ഗ്രാഫിൽ നോക്കുക. അപ്പോൾ നോക്കിക്കേ, I0 എന്ന് പറഞ്ഞാൽ ആ ഗ്രാഫിൽ 0യുടെ നേരെ പോയി നോക്കിയേ. അപ്പോൾ അവിടെ നമുക്ക് ഗ്രാഫിൽ 6 വോൾട്ടിലാണ് അല്ലേ. അപ്പോൾ I0 ആകുമ്പോൾ 6 വോൾട്ട് എന്നാണ് തന്നിരിക്കുന്ന വോൾട്ടേജ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? EMF ഓഫ് ദ സെൽ ഇസ് ഈക്വൽ ടു 6 വോൾട്ട് എന്ന് എഴുതാം. അതായത് കറണ്ട് 0 ആകുമ്പോഴുള്ള ടെർമിനൽ വോൾട്ടേജ് ആണ് EMF. ഓക്കെ, ക്ലിയർ. ഇനി അടുത്ത ബി ക്വസ്റ്റ്യൻ. ഡിറ്റർമൈൻ ഇറ്റ്സ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഒരു ചെറിയൊരു പ്രോബ്ലമാണ്. ഓക്കെ, നമുക്ക് ഇൻറ്റേർണൽ റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ അത് എവിടെ നിന്ന് കണ്ടുപിടിക്കാം? നമുക്ക് ടെർമിനൽ വോൾട്ടേജിൻ്റെ ഇക്വേഷൻ അറിയാം. ഇവിടെ നോക്കിക്കേ, ടെർമിനൽ വോൾട്ടേജ് V എന്ന് പറയുന്നത് EMF മൈനസ് IR ആണ്. അതായത് E മൈനസ് IR. E എന്ന് പറഞ്ഞാൽ EMFിൻ്റെ സിമ്പിളാണ് അവിടെ. I എന്ന് പറഞ്ഞാൽ കറണ്ട്, R എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ടെർമിനൽ വോൾട്ടേജ് ഉണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ നമുക്ക് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഗ്രാഫ് നോക്കുക, ഇവിടെ ഗ്രാഫിൽ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് അവിടെ തന്നിട്ടുള്ളതാ ആ നോക്കിക്കേ, ആ ഗ്രാഫിൽ ആ ഡോട്ടഡ് ലൈൻ മാർക്ക് ചെയ്തിരിക്കുന്ന ആ സംഭവങ്ങളാണ് നോക്കേണ്ടത്. അപ്പോൾ വോൾട്ട് 3 വോൾട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ V ഈസ് ഈക്വൽ ടു 3 വോൾട്ട് എന്ന് എഴുതുക. അവിടെ നമുക്ക് കറണ്ടും കിട്ടും. അപ്പോൾ കറണ്ട് എത്രയായിരിക്കും? 1.0 ആംപിയർ, അതായത് 1 ആംപിയർ തന്നെയാണ്. ഓക്കെ, 1 ആംപിയർ ആണ് കറണ്ട്. ഇനി EMF നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു, അതായത് കറണ്ട് 0 ആകുമ്പോഴുള്ള ടെർമിനൽ വോൾട്ടേജ് ആണ് EMF എന്ന് പറഞ്ഞത്. അപ്പോൾ കറണ്ട് 0 ആയപ്പോഴുള്ള ആ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 ആയിരുന്നു. അപ്പോൾ EMF 6 എന്ന് എടുക്കുക. അടുത്ത് 3 വോൾട്ട് എന്ന് പറയുന്നത് ആ ടെർമിനൽ വോൾട്ടേജ് ആയിട്ട് എടുക്കുക. കറണ്ട് 1 ആംപിയർ എന്ന് എടുക്കുക.
ഇനി അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഇക്വേഷനിൽ. അപ്പോൾ വിയുടെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുത്തു? 3 കൊടുത്തു. 3 ഈക്വൽ ടു EMF സ്ഥാനത്ത് 6 മൈനസ് 1.0 ഇൻറ്റു R കറണ്ടിൻ്റെ അടുത്ത്. അപ്പോൾ നമുക്ക് R ആണ് കണ്ടുപിടിക്കേണ്ടത്. ബാക്കി എല്ലാ വാല്യൂവും കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് R കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ആറിൻ്റെ കൂടെയുള്ള ഓരോ ടേമായിട്ട് സമത്തിൻ്റെ അപ്പുറത്തോട്ട് മാറ്റിക്കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് 3 അതുപോലെ എഴുതുക. 6 മൈനസ് 1.0 ഇൻറ്റു R, അതായത് 1.0 എന്ന് വെച്ചാൽ 1 തന്നെ. 1 ഇൻറ്റു R എന്തായിട്ട് മാറി? 6 ആയിട്ട് മാറി. എന്നിട്ട് നമുക്ക് വീണ്ടും 6 ആണ് വേണ്ടത്. അപ്പോൾ ആ -6 ഇവിടെ കിടന്നോട്ടെ. നമുക്ക് ഈ -6ൻ്റെ കൂടെ കിടക്കുന്ന ആ 6നെ ആ ഈക്വൽ ടു സൈനിന് അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഇവിടെ 6 6ൻ്റെ കൂടെ കിടന്നപ്പോൾ അതെന്താണ്? പോസിറ്റീവായിരുന്നു. അതിന് ആ സമത്തിന് അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താവും? മൈനസ് ആയിട്ട് മാറും. അപ്പോൾ 3 മൈനസ് 6 ഈക്വൽ ടു -6 എന്ന് കിട്ടും. ഓക്കെ, ഇനി അവിടെ ഒരു പോസിറ്റീവ് സംഖ്യയും നെഗറ്റീവ് സംഖ്യയും വന്നാൽ നമുക്കറിയാം വലിയ സംഖ്യ ഏതാണോ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം, അതായത് 6ൽ നിന്ന് 3 കുറയ്ക്കുക, അപ്പോൾ 3 കിട്ടും. എന്നിട്ട് 6ൻ്റെ കൂടെ കിടക്കുന്ന ചിഹ്നം ഏതാണ്? മൈനസ്. അപ്പോൾ -3 ഈക്വൽ ടു -6 എന്ന് കിട്ടും. ഇനി അപ്പോൾ ഈക്വൽ ടു സൈൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും എന്താണ്? മൈനസ് ഉണ്ട്. അപ്പോൾ ആ മൈനസിനെ അങ്ങ് ക്യാൻസൽ ചെയ്ത് കളയാം. മൈനസും മൈനസും പോവും. ബാക്കി 3 ഈക്വൽ ടു 6 എന്ന് കിട്ടും. അതായത് റെസിസ്റ്റൻസ് R ഇസ് ഈക്വൽ ടു 3 ഓം എന്ന് നമുക്ക് അതിൽ നിന്ന് കണ്ടെത്താം. ഓക്കെ, ക്ലിയർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഹാസ് ദ യൂണിറ്റ് വെബർ പെർ സ്ക്വയർ മീറ്റർ? ഓക്കെ, WB m⁻². അതായത് ഏത് ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് ആണ് വെബർ പെർ സ്ക്വയർ മീറ്റർ എന്ന് പറയുന്നത്? അത് ഏതിൻ്റെയാണ് നമ്മൾ പഠിച്ചു? അത് ഏതിനാണ് കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള യൂണിറ്റ് ആണ്? മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ആണ് നമ്മൾ വെബർ പെർ സ്ക്വയർ മീറ്ററിൽ പറയുന്നത്, യൂണിറ്റ് പറയുന്നത്. അപ്പോൾ അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ B ആണ്. ഓക്കെ, അപ്പോൾ ആൻസർ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് B ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർ ഈസ് ദാറ്റ് ഓഫ് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽസ്? അപ്പോൾ താഴെ പറയുന്നവയിൽ പാരാമാഗ്നറ്റിക് വസ്തുക്കളുടെ ജോഡി ഏതെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ നോക്കുക, കോപ്പർ ആൻഡ് ഗോൾഡ്. കോപ്പറും ഗോൾഡും ചെമ്പും സ്വർണ്ണവും എന്താണ് നമ്മൾ പഠിച്ചു? ഡയാമാഗ്നറ്റിക് ആണ്. അപ്പോൾ അതല്ല നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത് പാരാമാഗ്നറ്റിക് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടാമത് സോഡിയം ആൻഡ് കാൽഷ്യം ആണ്. സോഡിയം കാൽഷ്യം ആണ് ശരിക്കും പാരാമാഗ്നറ്റ്സ്. ഓക്കെ, അപ്പോൾ ആ ഒരു ജോഡിയാണ് പാരാമാഗ്നറ്റിക്. അപ്പോൾ ആൻസർ ഓപ്ഷൻ 2 ആണ് ശരിയായിട്ടുള്ള ആൻസർ. 3 ലെഡും അയണും വരുമ്പോൾ അയൺ നമുക്കറിയാം എന്താണ്? ഫെറോ മാഗ്നറ്റിക് ആണ്. പിന്നെ നിക്കൽ ആൻഡ് കൊബോൾട്ടും ഫെറോ മാഗ്നറ്റിക് ആണ്. അപ്പോൾ നമുക്ക് പാരാമാഗ്നറ്റിക് ആയിട്ടുള്ള അവിടെയുള്ള ജോഡി എന്ന് പറയുന്നത് സോഡിയം ആൻഡ് കാൽഷ്യം ആണ്. അപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ. ഓക്കെ, ഇനി അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ 100 ഓം റെസിസ്റ്റർ ഈസ് കണക്റ്റഡ് ടു എ 220 വോൾട്ട് 50 ഹെർട്സ് AC സോഴ്സ്. അപ്പോൾ ഒരു 100 ഓം റെസിസ്റ്റർ, ഒരു 100 ഓം പ്രതിരോധം 220 വോൾട്ട് 50 ഹെർട്സ് AC വിതരണവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ അവിടെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? റെസിസ്റ്ററിൻ്റെ വാല്യൂ R ഇസ് ഈക്വൽ ടു 100 ഓം തന്നിട്ടുണ്ട്. പിന്നെ വോൾട്ടേജ് തന്നിട്ടുണ്ട് 220 V ഈക്വൽ ടു 220 V എന്ന് തന്നിട്ടുണ്ട്. ഫ്രീക്വൻസി F ഇസ് ഈക്വൽ ടു 50 ഹെർട്സ് എന്ന് തന്നിട്ടുണ്ട്. നമുക്കിനി എന്താ കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. A ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ RMS വാല്യൂ ഓഫ് കറണ്ട് ഇൻ ദ സർക്യൂട്ട്? സർക്യൂട്ടിലെ സഫല കറണ്ടിൻ്റെ, അതായത് RMS കറണ്ടിൻ്റെ മൂല്യം എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ RMS വാല്യൂ ഓഫ് കറണ്ട് എന്ന് പറഞ്ഞാൽ RMS വാല്യൂ ഓഫ് കറണ്ട്, അപ്പോൾ കറണ്ട് I, അപ്പോൾ IRMS ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ IRMS കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. IRMS ഇസ് ഈക്വൽ ടു VRMS ഡിവൈഡഡ് ബൈ R എന്നുള്ളതാണ് ഇക്വേഷൻ. ആ ഇക്വേഷൻ നമ്മൾ കാണാതെ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, IRMS ഇസ് ഈക്വൽ ടു VRMS ഡിവൈഡഡ് ബൈ R ആണ്. അപ്പോൾ ബാക്കി എല്ലാ വാല്യൂ ആ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. VRMS എന്ന് പറഞ്ഞാൽ V എത്രയാണ് അവിടെ തന്നിട്ടുണ്ട്? 220 വോൾട്ട്. അപ്പോൾ 220 വോൾട്ട് ഡിവൈഡഡ് ബൈ R. റെസിസ്റ്ററിൻ്റെ വാല്യൂ എത്രയാണ്? 100 ഓം തന്നിട്ടുണ്ട്. അപ്പോൾ ഡിവൈഡഡ് ബൈ 100 ഓം എന്ന് കൊടുക്കാം. അപ്പോൾ ആ മുകളിലത്തെ 0യും 0യും ക്യാൻസൽ ആവും. ബാക്കി 22/10 എന്നാണ്. അപ്പോൾ 10 വരുവാണെങ്കിൽ താഴെ എന്താണ്? താഴെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ മുകളിൽ ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടാൽ മതി. അപ്പോൾ 2.2 ഓം എന്നുള്ളതാണ് അവിടുത്തെ ശരിക്കുള്ള ആൻസർ. ഓക്കെ, ക്ലിയർ. അപ്പോൾ 2.2 എന്താണ്? കറണ്ട് IRMS ആണ്. അപ്പോൾ അവിടെ നിങ്ങൾ ആംപിയർന്ന്, യൂണിറ്റ് ആംപിയർന്ന് തന്നെ കൊടുക്കണം. ഓക്കെ, ഇനി B ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ നെറ്റ് പവർ കൺസ്യൂംഡ് ഓവർ എ ഫുൾ സൈക്കിൾ? ഓക്കെ, ഒരു പൂർണ്ണ ചക്രത്തിൽ മൊത്തം വൈദ്യുതി ഉപഭോഗം എത്രയാണ്? അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട പവർ കൺസ്യൂംഡ് ആണ് ഉപയോഗിക്കേണ്ടത്. എത്ര പവർ കൺസ്യൂം ചെയ്തു? അപ്പോൾ പവർ എന്ന് പറയുമ്പോൾ എന്താ? P ആണ്.
കണ്ടുപിടിക്കാൻ എന്താണ് ഇവിടെ തന്നെ നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. പവർ എന്ന് വെച്ചാൽ VRMS ഇൻറ്റു IRMS ആണ് പവർ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ. ഓക്കെ, VRMS ഇൻറ്റു IRMS. അപ്പോൾ VRMS ഇവിടെ തന്നിട്ടുണ്ട് 220, പിന്നെ IRMS നമ്മൾ കുറച്ച് തൊട്ട് മുകളിൽ കണ്ടുപിടിച്ചു. എത്രയാണ്? 2.2 ആംപിയർ. അപ്പോൾ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 220 ഇൻറ്റു 2.2 ചെയ്യുമ്പോൾ നമുക്ക് 484 കിട്ടും. യൂണിറ്റ്, പവറിൻ്റെ യൂണിറ്റ് വാട്ടാണ്, അതുകൊണ്ട് W എന്ന് കൊടുത്തു. അതാണ് അവിടെ ആൻസർ. ഓക്കെ, ക്ലിയർ? ഇനി അടുത്ത 11th ക്വസ്റ്റ്യൻ്റെ A. The type of electromagnetic wave used in LASIK eye surgery is dash. അപ്പോൾ നമ്മളിത് നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ലേസിക് നേത്ര ശസ്ത്രക്രിയയിൽ ഉപയോഗിക്കുന്ന വൈദ്യുത കാന്തിക തരംഗം ഏതാണ് എന്ന് ചോദിച്ചു. അത് പഠിച്ചായിരുന്നു, മുന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതാണ്? അൾട്രാ വയലറ്റ് അല്ലെങ്കിൽ UV ലൈറ്റ്. ഏതാണ്? അൾട്രാ വയലറ്റ് അല്ലെങ്കിൽ UV ലൈറ്റ് എന്നുള്ളതാണ് നമുക്ക് ശരിയായ ഉത്തരം. ഇനി അടുത്ത അതിൻ്റെ B ക്വസ്റ്റ്യൻ. An electromagnetic wave travels along the x-axis with a maximum electric field E0 equal to 30 volt per meter. What is the maximum magnetic field B0? Given C is equal to 3 into 10 raised to 8 meter per second എന്ന് തന്നിട്ടുണ്ട്. അതായത് X അക്ഷത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു വൈദ്യുത കാന്തിക തരംഗത്തിൻ്റെ പരമാവധി വൈദ്യുത മണ്ഡലം E0 equal to 30 volt per meter. പരമാവധി കാന്തിക മണ്ഡലം എന്താണ്? B0 എന്താണ്? അപ്പോൾ എന്താണ്? മാക്സിമം ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് E0 തന്നിട്ടുണ്ട്. നമുക്ക് B0 മാഗ്നറ്റിക് ഫീൽഡ് എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്, B0. ഇതും സിമ്പിളാണ്, അതിൽ തന്നെ ഉണ്ട്. B0 is equal to, ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ മതി. B0 is equal to E0 divided by C. C എന്ന് വെച്ചാൽ സ്പീഡ് ഓഫ് ലൈറ്റ്. ഓക്കെ, അത് C ഓൾറെഡി ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്, E0യും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് കാൽക്കുലേറ്റർ ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പം മാഗ്നറ്റിക് ഫീൽഡ് B0 കണ്ടുപിടിക്കേണ്ട ഇക്വേഷനാണ് E0 by C. E0 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30 volt per meter. 30 divided by സിയുടെ വാല്യൂ 3 into 10 raised to 8 എന്ന് കൊടുക്കും. അപ്പോൾ നമുക്ക് 10 raised to കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുക്കും. നമുക്ക് കിട്ടുന്ന ആൻസർ 10 raised to -7 ടെസ്ല എന്നായിരിക്കും ആൻസർ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ? ഇനി അടുത്ത 12ാമത്തെ ക്വസ്റ്റ്യൻ. A plane wavefront is incident on a concave mirror of radius of curvature R. വക്രതാ ആരം 6 ഉള്ള ഒരു കോൺകേവ് ദർപ്പണത്തിൽ ഒരു സമതല തരംഗമുഖം പതിക്കുന്നു. A. What is the shape of the reflected wavefront? പ്രതിഫലിക്കുന്ന തരംഗമുഖത്തിന്റെ ആകൃതി എന്താണെന്നാണ്. അപ്പോൾ ആൻസർ സ്ഫെറിക്കലാണ്. ആ റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ടിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ അത് സ്ഫെറിക്കൽ ആകൃതിയിലാണ് കാണാൻ പറ്റുന്നത്. ഓക്കെ, B. Find the radius of the reflected wavefront. പ്രതിഫലിക്കുന്ന തരംഗമുഖത്തിൻ്റെ ആരം കണ്ടെത്തുക എന്നാണ്. അപ്പോൾ നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുന്ന വേവ് ഫ്രണ്ടിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ ആ റേഡിയസ് ഓഫ് കർവേച്ചർ ആറിൻ്റെ പകുതിയായിരിക്കും. അപ്പോൾ നമുക്ക് R/2 എന്ന് എഴുതാം. ഓക്കെ, ഇനി അടുത്ത 13th ക്വസ്റ്റ്യൻ. The energy of electron in an orbit of hydrogen atom is -3.4 eV. Find its angular momentum. Given H is equal to 6.626 into 10 raised to -34 joule second എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ചെറിയ പ്രോബ്ലം ആണ്. അപ്പോൾ എന്താ തന്നിട്ടുള്ളത്? ആദ്യം എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ ആൻ ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. അപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഓർബിറ്റിലുള്ള ആ എനർജി, ഇലക്ട്രോണിൻ്റെ എനർജി തന്നിട്ടുണ്ട്, E തന്നിട്ടുണ്ട്, -3.4 eV തന്നിട്ടുണ്ട്, യൂണിറ്റും തന്നിട്ടുണ്ട്. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ഇറ്റ്സ് ആംഗുലാർ മൊമെൻറ്റം. ആംഗുലാർ മൊമെൻറ്റം L ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. L കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ആംഗുലാർ മൊമെൻറ്റം L is equal to N into H divided by 2π. NH divided by 2π ആണ്. അതിൽ H നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്, 6.626 into 10 raised to -34 ജൂൾ സെക്കൻഡ് തന്നിട്ടുണ്ട് H. ഇനി N ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. N എന്താണ്? N എന്ന് പറയുന്നത് ക്വാണ്ടം നമ്പർ ആണ്. അപ്പോൾ N നമുക്ക് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് N കണ്ടുപിടിക്കാൻ നമ്മളൊരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് En കണ്ടുപിടിക്കാം, എനർജി കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എനർജിയുടെ ഒരു ഇക്വേഷൻ ഉണ്ട്. En is equal to -13.6 eV divided by n² എന്നൊരു ഇക്വേഷൻ ഉണ്ട്. അതിൽ നിന്ന് ആ n² നിന്ന് നമ്മൾ N കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ En നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്, അതിൻ്റെ എനർജി തന്നിട്ടുണ്ട് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ, അല്ലേ? അത് എത്രയാണ്? -3.4 eV എന്ന് തന്നിട്ടുണ്ട്. -3.4 is equal to, അപ്പോൾ എങ്ങനെ എഴുതാം?
13.6 ഡിവൈഡ് ബൈ n സ്ക്വയർ എന്ന് എഴുതാം. നമുക്ക് n സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ n സ്ക്വയർ നമുക്ക് ഈ സമത്തിന് ഇപ്പുറത്ത് കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് ഈ സമത്തിന് ഇപ്പുറത്ത് n സ്ക്വയറിനെ കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ കിടക്കുന്നത് n സ്ക്വയർ -3.4 n സ്ക്വയറിന്റെ സ്ഥാനത്തോട്ട് പോകും. അപ്പോൾ n സ്ക്വയർ ഇസ് ഈക്വൽ ടു -13.6 ഡിവൈഡഡ് ബൈ -3.4 എന്ന് കിട്ടും. അതിൽ മൈനസ് മുകളിലത്തെ മൈനസും താഴത്തെ മൈനസും ക്യാൻസൽ ചെയ്ത് പോകും, മൈനസും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ 13.6 ഡിവൈഡഡ് ബൈ 3.4 എന്ന് കിട്ടും. അത് n സ്ക്വയർ ആണ്. അപ്പോൾ കാൽക്കുലേറ്റർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് n സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 എന്ന് ഒരു ആൻസർ കിട്ടും. നമുക്ക് n സ്ക്വയർ അല്ല വേണ്ടത് n ആണ്. അപ്പോൾ സ്ക്വയർ മാറ്റണം. സ്ക്വയർ മാറ്റാൻ എന്ത് ചെയ്ത് സമത്തിനപ്പുറത്ത് സ്ക്വയർ സമത്തിനപ്പുറത്ത് പോകുമ്പോൾ റൂട്ട് ആവും. അപ്പോൾ n ഇസ് ഈക്വൽ ടു √4 എന്ന് കിട്ടും. √4 എന്ന് പറഞ്ഞാൽ എത്രയാ? 2. ഓക്കെ, അപ്പോൾ 2 എന്നവിടെ എന്നിൻ്റെ വാല്യൂ കിട്ടും. ഈ കിട്ടിയ എന്നിൻ്റെ വാല്യൂ നമ്മൾ ആംഗുലർ മൊമെൻ്റ് എല്ലിൻ്റെ ഇക്വേഷൻ NH ഡിവൈഡ് ബൈ 2πയിൽ ഇട്ട് കൊടുത്താൽ മതി. എന്നിൻ്റെ സ്ഥാനത്ത് 2 ഇട്ട് കൊടുത്തു. h നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് 6.26 × 10⁻⁻34 ഡിവൈഡഡ് ബൈ 2 × പൈയുടെ വാല്യൂ നമുക്കറിയാം 3.14 ആണെന്ന്. അപ്പോൾ അതുകൂടെ അപ്ലൈ ചെയ്ത് കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോൾ നമുക്ക് 2.11 × 10⁻⁻34 ജൂൾ സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, ഇപ്പോൾ യൂണിറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് അവിടുത്തെ ആൻസർ. ഓക്കെ, ഇനി അടുത്ത 14th ക്വസ്റ്റ്യൻ എ. വാട്ട് ഡു യു മീൻ ബൈ മാസ് ഡിഫക്റ്റ് ഓഫ് ന്യൂക്ലിയസ്? ന്യൂക്ലിയസിൻ്റെ മാസ് ന്യൂനത എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ ഇത് നമ്മൾ 13th ചാപ്റ്റർ ന്യൂക്ലിയർ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. അവിടെ മാസ് ഡിഫക്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മാസ് ഓഫ് ന്യൂക്ലിയസ് ആൻഡ് ടോട്ടൽ മാസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻസ്. അപ്പോൾ ന്യൂക്ലിയസിൻ്റെ മാസും പിന്നെ ടോട്ടൽ മാസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻസ്, അതിനകത്തുള്ള കണങ്ങളുടെ മാസും ടോട്ടൽ മാസും തമ്മിലുള്ള ഒരു ഡിഫറൻസ്, വ്യത്യാസത്തിനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മാസ് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് നമുക്ക് അതിന് ഇക്വേഷൻ ഉണ്ട്. ΔM = ZMP + A - Z × Mn - M എന്ന് എഴുതാം. MP എന്ന് വെച്ചാൽ മാസ് ഓഫ് പ്രോട്ടോൺസും Mn എന്ന് വെച്ചാൽ മാസ് ഓഫ് ന്യൂട്രോൺസും ക്യാപിറ്റൽ M എന്ന് വെച്ചാൽ മാസ് ഓഫ് ന്യൂക്ലിയസുമാണ്. ഓക്കെ, അപ്പോൾ അതാണ് മാസ് ഡിഫക്റ്റ്. ക്ലിയർ? ഇനി അടുത്ത ബി ക്വസ്റ്റ്യൻ. സെലക്ട് ദ പെയർസ് ഓഫ് ഐസോട്ടോൺസ് ഫ്രം ദ ഫോളോയിങ് ന്യൂക്ലിയർ. അപ്പോൾ താഴെ തന്നിരിക്കുന്ന കുറച്ച് ന്യൂക്ലിയർ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഐസോട്ടോൺസിൻ്റെ പെയർ എടുത്തെഴുതാനാണ് പറയുന്നത്. അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ, നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ തന്നിരിക്കുന്ന എല്ലാ എലമെൻസിൻ്റെയും അറ്റോമിക് നമ്പറും മാസ് നമ്പറും തന്നിട്ടുണ്ട്. അപ്പോൾ മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറയ്ക്കുക. അപ്പോൾ സെയിം കിട്ടുന്ന ഏതാണോ അത് ഐസോട്ടോൺസ് ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ നമ്മൾ എന്നെ ചെയ്യണമെങ്കിൽ 22 - 11 ചെയ്യുമ്പോൾ നമുക്ക് 11 കിട്ടും. അടുത്ത് 24 - 12 ചെയ്യുമ്പോൾ നമുക്ക് 12 ആണ് കിട്ടുന്നത്. ഓക്കെ, അടുത്ത് 24 സോഡിയത്തിൻ്റെ എണ്ണയുടെ 24 - 11 ചെയ്യുമ്പോൾ 13 ആണ് കിട്ടുന്നത്. അടുത്ത് നിയോണിൻ്റെ 23 - 10 ചെയ്യുമ്പോൾ 13. കണ്ടോ? അപ്പോൾ ലാസ്റ്റ് രണ്ടെണ്ണത്തിനും നമ്മളത് മൈനസ് ചെയ്തപ്പോൾ സെയിം വാല്യൂ 13 എന്നാണ് കിട്ടിയത്. അപ്പോൾ അതിനർത്ഥം ഇത് രണ്ടുമാണ് അവിടുത്തെ പെയർസ് ഓഫ് ഐസോട്ടോൺസ്. അപ്പോൾ ഈ ലാസ്റ്റ് 2 പെയർ നമ്മളെടുത്ത് എഴുതി വെച്ചാൽ നമുക്ക് ആൻസറായി. ഓക്കെ, ക്ലിയർ? ഇനി അടുത്ത് ആൻസർ എനി 6 ക്വസ്റ്റ്യൻസ് ഫ്രം 15 to 21 ഈച്ച് ക്യാരീസ് 3 സ്കോർസ്. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ 15 മുതൽ 21 എത്രയാ? ഏതെങ്കിലും 6 ക്വസ്റ്റ്യന് ഉത്തരം എഴുതിയാൽ മതി. ഓരോ ചോദ്യത്തിനും 3 മാർക്ക് വീതമാണ് കിട്ടുന്നത്. ഓരോ ശരി ഉത്തരത്തിനും 3 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ 15th ക്വസ്റ്റ്യൻ എ. വിച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഹാസ് SI യൂണിറ്റ് ഓഫ് കൂളോം മീറ്റർ? CM. അപ്പോൾ ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ SI യൂണിറ്റ് ആണ് കൂളോം മീറ്റർ എന്നാണ് ചോദിക്കുന്നത്. അത് നമ്മൾ പഠിച്ചായിരുന്നു. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ആണ് അവിടുത്തെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഓറിയന്റേഷൻ ഓഫ് ആൻ ഇലക്ട്രിക് ഡൈപോൾ ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് കറസ്പോണ്ട് ടു ഇറ്റ്സ് സ്റ്റേബിൾ ആൻഡ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം? അപ്പോൾ ഒരു ഏകീകൃത വൈദ്യുത മണ്ഡലത്തിൻ്റെ ഒരു വൈദ്യുത ഡൈപോളിൻ്റെ ഏത് വിന്യാസമാണ് അതിൻ്റെ സ്ഥിരതയുള്ള സന്തുലിതാവസ്ഥ, സ്റ്റേബിൾ ഇക്വിലിബ്രിയം സൃഷ്ടിക്കുന്നത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അസ്ഥിരമായ സന്തുലിതാവസ്ഥ, അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം സൃഷ്ടിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സ്റ്റേബിൾ ആവുന്ന എപ്പോഴും നമ്മൾ പഠിച്ചു, ഡൈപോൾ ഈ ഇലക്ട്രിക് ഫീൽഡിന് പാരലൽ ആയിരിക്കുമ്പോൾ, അതായത് 0 ഡിഗ്രി ആംഗിൾ 0 ഡിഗ്രി ആകുമ്പോൾ. അപ്പോൾ സ്റ്റേബിളിൻ്റെ അവിടെ നമുക്ക് എങ്ങനെ എഴുതാം? ഡൈപോൾ ഈസ് പാരലൽ ടു ദ ഇലക്ട്രിക് ഫീൽഡ്, ദാറ്റ് ഈസ് 0 ഡിഗ്രി എന്ന് എഴുതാം. ഇനി അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ആവുന്ന എപ്പോഴാണെന്ന് ചോദിച്ചാൽ, അതായത് വിപരീതം. അപ്പോൾ ഡൈപോള് ഇലക്ട്രിക് ഫീൽഡിന് പാരലൽ അല്ലാത്ത, അതായത് ഓപ്പോസിറ്റ് ആയിരിക്കുമ്പോൾ. അപ്പോൾ എങ്ങനെ വരും? ഡൈപോൾ ഈസ് ആൻറ്റി പാരലൽ ടു ദ ഇലക്ട്രിക് ഫീൽഡ് 180 ഡിഗ്രി ആവുമ്പോഴാണ്. ഓക്കെ, അതാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത 16th ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്? കാന്തിക ലോറൻസ് ബലം എന്താണ് എന്നാണ് ചോദിക്കുന്നത്.
എന്താണ് അതിൻ്റെ ആൻസർ? ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ മൂവിങ് ചാർജ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു മാഗ്നറ്റിക് ഫീൽഡിലെ മൂവിങ് ചാർജ് കാരണം, ചാർജ് മൂവ് ചെയ്യുമ്പം അവിടെ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ്, ഒരു ഫോഴ്സ് ബലം അനുഭവപ്പെടുന്നു. അപ്പോൾ അതിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ബി ക്വസ്റ്റ്യൻ. എ സ്റ്റേഷനറി ചാർജ് എക്സ്പീരിയൻസസ് നോ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. വൈ? അപ്പോൾ എന്താ, ഒരു സ്ഥിരാവസ്ഥയിലുള്ള ചാർജിൽ കാന്തിക ലോറൻസ് ബലം അനുഭവപ്പെടുന്നില്ല, എന്തുകൊണ്ട്? അപ്പോൾ അതിൻ്റെ ആൻസർ മുകളിൽ തന്നെ നമ്മൾ പറഞ്ഞു അല്ലേ. എന്ന് വെച്ചാൽ ഈ എന്താ ലോറൻസ് ഫോഴ്സ് അനുഭവപ്പെടുന്നത് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ചാർജ് മൂവ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇവിടെ സ്റ്റേഷനറി ചാർജ് എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യുമോ? സ്റ്റേഷനറി എന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് ഇങ്ങനെ ചലിക്കാതെ മൂവ് ചെയ്യാതെ നിൽക്കുന്നതെന്നാണ്. അപ്പോൾ എങ്ങനെ എഴുതാം? ദ ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി. അപ്പോൾ നമുക്കവിടെ എന്താണ്, ഈ വെലോസിറ്റിക്ക്, ആ പ്രവേഗത്തിന് പ്രൊപ്പോർഷണലാണ് അവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വെലോസിറ്റി 0 ആണ്. വെലോസിറ്റി 0 ആകുമ്പം എന്തായിരിക്കും? ഫോഴ്സും അവിടെ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ അവിടെ ഫോഴ്സ് അനുഭവപ്പെടില്ല എന്നാണ്. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം, അതായത് ഒരു മൂവിങ് ചാർജ് അല്ല, ഇവിടെ ഒരു സ്റ്റേഷനറി ചാർജ് ആയതുകൊണ്ടാണ് എന്ന് നമുക്ക് എഴുതാം. അടുത്ത സി ക്വസ്റ്റ്യൻ. എ ചാർജ്ഡ് പാർട്ടിക്കിൾ enters a uniform magnetic field with velocity vector at an angle 45 degree with the magnetic field. What is the path of the charged particle? അപ്പോൾ 45 ഡിഗ്രി ആണെന്ന് ഓർത്തോണം. ഒരു സമാന കാന്തിക മണ്ഡലത്തിലേക്ക് ഒരു ചാർജ് ചെയ്ത കണം അതിന്റെ പ്രവേഗ സദിശം കാന്തിക മണ്ഡലവുമായി 45 ഡിഗ്രി കോണിൽ പ്രവേശിക്കുന്നു. ചാർജ് ചെയ്ത കണത്തിന്റെ സഞ്ചാര പാത എന്താണ്? അപ്പം നമ്മൾ 45 ഡിഗ്രിയാണ് ആ പാത്തെങ്കിൽ അത് ഏതായിരിക്കും? ഹെലിക്കൽ പാത്തായിരിക്കും. അപ്പോൾ ഏതാണ് ആൻസർ? ഹെലിക്കൽ എന്നാണ്. അതായത് മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഒരു 45 ഡിഗ്രി കോണിൽ 45 ഡിഗ്രി ആംഗിൾ പ്രവേശിക്കുകയാണെങ്കിൽ അതിൻ്റെ പാത്ത് എന്ന് പറയുന്നത് ഹെലിക്കൽ പാത്താണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് 17th ക്വസ്റ്റ്യൻ. എ സ്ഫെറിക്കൽ കണ്ടക്ടിങ് ഷെൽ ഹാസ് എ ചാർജ് Q ഓൺ ഇറ്റ്. The potential inside the conductor has a constant value. What is the electric field inside the conductor? ഗോളാകൃതിയിലുള്ള ഒരു ചാലക ഷെല്ലിന് Q ചാർജ് ഉണ്ട്. ചാലകത്തിനുള്ളിൽ പൊട്ടൻഷ്യലിന് സ്ഥിര മൂല്യമാണ്. ചാലകത്തിനുള്ളിലെ വൈദ്യുത മണ്ഡലം എന്താണ് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ എത്രയായിരിക്കും നമുക്ക്? അതായത് നമ്മൾ എപ്പോഴും പഠിച്ചിട്ടുണ്ട്, ഒരു ചാർജ് ചെയ്ത ഒരു കണ്ടക്ടർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് എത്ര, അതിൻ്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആൻസർ എത്രയാണ്? 0 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ബി ക്വസ്റ്റ്യൻ. റൈറ്റ് എനി 2 പ്രോപ്പർട്ടീസ് ഓഫ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ്. ഇനി തുല്യ പൊട്ടൻഷ്യൽ പ്രതലങ്ങളുടെ 2 സവിശേഷതകൾ എഴുതാനാണ് പറയുന്നത്. പൊട്ടൻഷ്യൽ ഈക്വൽ ആയിട്ട് വരുന്നത്, അങ്ങനെയുള്ള സർഫസിന്റെ എന്താണ് സവിശേഷതകൾ എഴുതാനാണ് പറയുന്നത്. അപ്പൊ ഈക്വൽ സർഫസ് ആണ്. അപ്പൊ ആ സർഫസിന്റെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലോട്ട് ഈ ചാർജിനെ കൊണ്ടുപോകാൻ നമുക്കൊരു വർക്ക് ചെയ്യേണ്ട ആവശ്യം, അവിടെ വർക്കിന്റെ ആവശ്യം വരുന്നില്ല, കാരണം ഈക്വൽ പൊട്ടൻഷ്യൽ ആണ്. അപ്പം നമുക്കതെങ്ങനെ എഴുതാം? നോ വർക്ക് ഈസ് ഡൺ ഇൻ മൂവിങ് എ ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ ഓൺ ദ സർഫസ് എന്ന് എഴുതാം. ഓക്കെ, പിന്നെ നമുക്ക് എന്ത് പറയാം? അവിടുത്തെ വേറൊരു സവിശേഷത എന്ന് വെച്ചാൽ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ ആ ഒരു സവിശേഷത നമുക്ക്, ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെ എഴുതാം? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദ സർഫസ് എന്ന് എഴുതാം. ഓക്കെ, ക്ലിയർ? ഇനി നമുക്ക് 18th ക്വസ്റ്റ്യൻ പോവാം. യൂസിങ് ഹൈഗൻസ് വേവ് തിയറി വെരിഫൈ ദ ലോസ് ഓഫ് റിഫ്ലക്ഷൻ ഫോർ പ്ലെയിൻ വേവ് ഫാളിംഗ് ഓൺ എ റെക്ടിഫയിങ് സർഫസ്. ഹൈഗൻസിന്റെ തരംഗ സിദ്ധാന്ത പ്രകാരം ഒരു പ്രതിഫലന പ്രതലത്തിൽ പതിക്കുന്ന സമതല തരംഗത്തിന്റെ പ്രതിഫലന നിയമങ്ങൾ തെളിയിക്കുക എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്കൊരു ഫിഗർ വേണം. അതായത് ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫിഗർ അവിടെ ഇതുപോലെ വരയ്ക്കുക. ഓക്കെ, അപ്പൊ അതിൽ നമ്മൾ ഇൻസിഡന്റ് വേവ് ഫ്രണ്ടും ഉണ്ട്, നോക്കിയാൽ കാണാം. റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ടും നമ്മളിവിടെ വരച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഫിഗറിലെ ഈ ശരിക്കും ഇവിടെ 2 ട്രയാങ്കിൾ കിട്ടുന്നു. ഒന്നെന്ന് പറഞ്ഞാൽ ഇൻസിഡന്റ് വേവ് ഫ്രണ്ട് ഫോം ചെയ്യുന്ന, അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ട് ഫോം ചെയ്യുന്ന ആ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ അത് വരയ്ക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ കാര്യം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. നമ്മൾ ആദ്യം ഇവിടെ സങ്കല്പിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു വേവ് ഫ്രണ്ട് ഇൻസിഡന്റ് ചെയ്യുക, അതായത് വന്ന് പതിക്കുകയാണ് ഒബ്ലീക്ലി ഓൺ എ റിഫ്ലക്റ്റിംഗ് സർഫസ്. ഒരു റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്ന ഒരു ഉപരിതലത്തിൽ ഒരു ഇൻസിഡൻറ്റ് റേ വന്ന് പതിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ വന്ന് ചേരുന്ന ഈ വേവ് ഫ്രണ്ടിലെ ഓരോ പോയിന്റും, ആ വേവ് ഫ്രണ്ടിലെ ഏതൊരു പോയിന്റും ആ സർഫസിൽ വന്ന് പതിച്ചാൽ അതെന്ത് ചെയ്തും റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു പോകും അല്ലേ. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഈ വേവ് ഫ്രണ്ടിൽ ഇൻസിഡൻറ്റ് ചെയ്യുന്ന ഓരോ വേവ് ഫ്രണ്ടിലെ ഓരോ പോയിന്റും എന്താണ് സെക്കൻഡറി വേവ്ലെറ്റ്സിൻ്റെ
സോഴ്സസ് ആണെന്ന് പറയാം. ഓക്കെ, അതായത് ഇത് ഇവിടെ വന്ന് ആ പോയിന്റ് അങ്ങനെ ഇരിക്കില്ല. നമ്മൾ ഈ സർഫസിൽ എവിടെ വന്ന് പതിച്ചാലും അതെന്ത് ചെയ്യും, റിഫ്ലക്ട് ചെയ്ത് പോകും. കാരണം ഇതൊരു റിഫ്ലക്റ്റിംഗ് സർഫസ് ആണല്ലോ. അപ്പോൾ അങ്ങനെ ഈ വരുന്ന ഇൻസിഡന്റ് റേയിൽ ഓരോ പോയിന്റും റിഫ്ലക്ട് ചെയ്ത് പോകും തിരിച്ച്. പക്ഷെ അപ്പോൾ ഈ ആംഗിൾ ഓഫ്, അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, ഈ ആംഗിൾ ഓഫ് ഇൻസിഡന്റ്, ഈ വന്ന് പതിക്കുന്ന ആ ഒരു ആംഗിളിൽ തന്നെയായിരിക്കും അത് റിഫ്ലക്ട് ചെയ്ത് പോകുന്നത്. അപ്പോൾ അതായത് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അതായത് പതനരശ്മി, നമ്മൾ വന്ന് പതിക്കുന്ന ആ രശ്മിയുടെ ആ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു ദ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അതായത് റിഫ്ലക്ട് ചെയ്യുന്നു പോകുന്ന ആംഗിളിന് തുല്യമായിരിക്കും എന്നാണ് പറഞ്ഞത്. അതായത് അത് തെളിയിക്കുന്ന എന്താന്ന് വെച്ചാൽ, ഇത്തരത്തിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷന് ഈക്വൽ ആവുന്ന കണ്ടീഷനെയാണ് നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഫസ്റ്റ് ലോ ഓഫ് റിഫ്ലക്ഷൻ വെരിഫൈ ചെയ്തു. ഇനി നമുക്കതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഈ ഇൻസിഡൻറ്റ് വേവ് ഫ്രണ്ട് എന്താ, ഈ ഈ ഇൻസിഡൻറ്റ് വേവ് ഫ്രണ്ടും ഈ സർഫസിൻ്റെ നോർമലും, അതായത് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്ന റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ടും എല്ലാം ഒരേ പ്ലെയിനിൽ തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിനെ എന്താണ്, എല്ലാം സെയിം പ്ലെയിനിലായതുകൊണ്ട് നമുക്കിത് സെക്കൻഡ് ലോയും വെരിഫൈ ചെയ്യുന്നു പറയാൻ പറ്റും. അപ്പോൾ ഇതാണ് അവിടെ സംഭവം, നമുക്ക് വെരിഫൈ ചെയ്യാൻ തെളിയിക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഫിഗറിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇൻസിഡൻറ്റ് റേ വന്ന് പതിക്കുന്ന വി എന്ന് പറയുന്ന വെലോസിറ്റിയിലാണെങ്കിൽ അവിടെ നമുക്ക് ബി സിന് എന്ത് ചെയ്യാം, വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് കാണാം. ഓക്കെ, അപ്പോൾ ബി സി ഈക്വൽ ടു വി ടീനെ ഒന്നെന്ന് എടുക്കും. ഇനി അടുത്ത് എന്ത് ചെയ്യും, അത് ഇൻസിഡൻറ്റ് റേയുടെ കാര്യം. ഇനി എന്താ, റിഫ്ലക്റ്റഡ് വേവ് ഫ്രണ്ട് ഉണ്ടല്ലോ. അപ്പോൾ ആ റിഫ്ലക്റ്റ് ചെയ്യുന്ന ആ വേവ് ഫ്രണ്ട് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ, ഇനി ആ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് നമ്മൾ വി ടീനെ ആ കിട്ടുന്ന വി ടി വെലോസിറ്റി ആ വി ടീനെ റേഡിയസ് ആയിട്ട് എടുത്ത് അവിടെ ഒരു സ്ഫിയർ പോലെ, ആ ഫിഗറിൽ കാണും, ഒരു ആർക്ക് പോലെ കാണുന്നുണ്ട്, സ്ഫിയർ പോലെ വരയ്ക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ സി ഇ എന്ന് പറഞ്ഞാൽ ആ സ്ഫിയറിന് മുകളിലായിട്ട് വരയ്ക്കുന്നത്, അതായത് ടാൻജൻറ്റ് എന്ന് പറഞ്ഞാൽ ചാപം എന്ന് പറയും, അതായത് സർക്കിളിൻ്റെ സർഫസിൽ ഇങ്ങനെ മുട്ടിപ്പോകുന്ന ആ ടാൻജൻറ്റ് വരയ്ക്കുക. അപ്പോൾ സി എന്ന് പറഞ്ഞൊരു പോയിന്റ് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ എ എന്ന് പറയുന്ന പോയിന്റും ഇ എന്ന് പറയുന്ന പോയിന്റും തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്, ഈ ഇപ്പുറത്ത് ബി സി എത്ര ഉണ്ടായിരുന്നോ അതിൻ്റെ അളവ് തന്നെയായിരിക്കും നമുക്ക് ഇപ്പുറത്ത് എ ഇയിലും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, എ ഇ ഈക്വൽ ടു എ ഇ എന്ന് പറഞ്ഞാലും ബി സി എന്ന് പറഞ്ഞാലും വി ടി എന്ന് പറഞ്ഞാലും എല്ലാം ഈക്വൽ ആയിട്ട് കിട്ടും. അങ്ങനെ നമുക്ക് പറയാം, ഈ ട്രയാങ്കിൾ സി എ സി എന്ന് പറയുന്ന ട്രയാങ്കിളും ബി എ സി എന്ന് പറയുന്ന ട്രയാങ്കിളും കോൺഗ്രുവൻ്റ് ആണെന്ന് പറയാം. അതായത് ഐ ഈസ് ഈക്വൽ ടു ആർ. അത് കോൺഗ്രുവൻ്റ് എന്ന് വെച്ചാൽ എല്ലാ അളവും ക്വാണ്ടിറ്റിയും എല്ലാം ഈക്വൽ ആണെന്നാണ് അവിടെ അർത്ഥം. ഓക്കെ, ക്ലിയർ. ഇനി അടുത്ത് 19ാമത്തെ ക്വസ്റ്റ്യൻ. Figure shows variation of stopping potential V0 with the frequency mu for two photosensitive materials X and Y. Which material will emit electrons with greater kinetic energy for the incident radiations having the same frequency? Justify your answer. രണ്ട് പ്രകാശ സംവേദന പദാർത്ഥങ്ങളായ എക്സ്, വൈ എന്നിവയുടെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ V0, ആവൃത്തി മ്യൂ എന്നിവ തമ്മിലുള്ള വ്യത്യാസം കാണിക്കുന്ന രേഖാചിത്രമാണ് താഴെ തന്നിരിക്കുന്നത്. ഒരേ ആവൃത്തിയുള്ള കിരണങ്ങൾ പതിക്കുമ്പോൾ ഏത് വസ്തുവിൽ നിന്നുള്ള ഇലക്ട്രോണുകൾക്കാണ് കൂടുതൽ ഗതികോർജ്ജം ലഭിക്കുന്നതെന്നാണ്, കൈനറ്റിക് എനർജി ലഭിക്കുന്നതെന്ന് കണ്ടെത്തണം. എന്നിട്ട് എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ പറഞ്ഞു എന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് എക്സ് എന്ന് പറയുന്ന മെറ്റീരിയലിനാണോ വൈ എന്ന് പറയുന്ന മെറ്റീരിയലിനാണോ ഏതിനാണ് കൈനറ്റിക് എനർജി, ഗതികോർജ്ജം കൂടുതൽ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏതായിരിക്കും, എക്സിനാണ്. മെറ്റീരിയൽ എക്സ് വിൽ എമിറ്റ് ഇലക്ട്രോൺസ് വിത്ത് ഗ്രേറ്റർ കൈനറ്റിക് എനർജി. അപ്പോൾ ഇവിടെ കൈനറ്റിക് എനർജി കൂടുതലുള്ളത്, ഇലക്ട്രോണുകളെ കിട്ടുന്നത് നമുക്ക് എക്സ് എന്ന് പറയുന്ന മെറ്റീരിയലിൽ നിന്നായിരിക്കും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാക്സിമം കൈനറ്റിക് എനർജി എന്ന്, കെ മാക്സ് ഇസിക്കൽ ടു EV0 എന്ന് പറഞ്ഞാൽ അവ തമ്മിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എക്സ് എന്ന് പറയുന്ന മെറ്റീരിയലിന് നമുക്ക് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ അവിടെ കൂടുതൽ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ മാക്സിമം കൈനറ്റിക് എനർജി ഓഫ് ദ എമിറ്റഡ് ഫോട്ടോ ഇലക്ട്രോൺസ്. അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ നമുക്ക് തന്നിട്ടുള്ള മ്യൂ എന്ന് പറയുന്ന ഫ്രീക്വൻസിയിൽ നമുക്ക് ഈ എക്സ് എന്ന് പറയുന്ന മെറ്റീരിയലിന് ഹയർ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ വേണം. അപ്പോൾ അതായത് അവിടെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ കൂടുതലെന്ന് പറഞ്ഞാൽ, സ്റ്റോപ്പ് ചെയ്യേണ്ട പൊട്ടൻഷ്യൽ കൂടുതലെന്ന് പറഞ്ഞാൽ അവിടെ എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിന് കൈനറ്റിക് എനർജി കൂടുതലെന്നാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് എക്സ് എന്ന മെറ്റീരിയൽ ഗ്രേറ്റർ കൈനറ്റിക് എനർജിയുള്ള ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യുമെന്ന് പറയാം. ഓക്കെ, ഇനി അടുത്ത് അതിൻ്റെ തന്നെ ബി ക്വസ്റ്റ്യൻ. 2 metals A and B have work functions 4 eV and 8 eV respectively. Which metal has higher threshold wave length? അപ്പോൾ ഇവിടെ 2 മെറ്റൽസ് പറഞ്ഞു. എന്താണ്,
ഒന്നാമത്തെ അതിൻ്റെ വർക്ക് ഫംഗ്ഷൻ പറയുന്നു, ഒന്നാമത്തെ മെറ്റലിന് 4 EVയും രണ്ടാമത്തിന് 8 എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതിനായിരിക്കും ഹയർ ത്രഷോൾഡ് വേവ് ലെങ്ത് ഉള്ളതെന്നാണ് ചോദിക്കുന്നത്. ഹയർ ത്രഷോൾഡ് വേവ് ലെങ്ത്. അപ്പോൾ ഇതിൽ ഏതിനാണെന്ന് ചോദിച്ചാൽ മെറ്റൽ എക്ക് എന്ന് പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ത്രഷോൾഡ് വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ വർക്ക് ഫംഗ്ഷൻ ആണ്. ത്രഷോൾഡ് വേവ് ലെങ്ത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ, അതായത് ത്രഷോൾഡ് വേവ് ലെങ്ത് കൂടുവാണെങ്കിൽ വർക്ക് ഫംഗ്ഷൻ കുറയും അല്ലേ, കുറഞ്ഞതായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ ചോദിക്കുന്നത്, വിച്ച് മെറ്റൽ ഹാസ് ഹയർ ത്രഷോൾഡ് വേവ് ലെങ്ത്. അപ്പോൾ ത്രഷോൾഡ് വേവ് ലെങ്ത് കൂടുതലുള്ളത് കിട്ടണം. അങ്ങനെയാണെങ്കിൽ വർക്ക് ഫംഗ്ഷൻ കുറവായിരിക്കും. അപ്പോൾ ഇവിടെ നോക്കിക്കേ 4ഉം 8ഉം നോക്കുമ്പോൾ കുറഞ്ഞത് ഏതാണ്, 4നാണ്. അപ്പോൾ ഫസ്റ്റത്തെ മെറ്റൽ കുറവുള്ളതിനാണ് എന്താണ് ത്രഷോൾഡ് വേവ് ലെങ്ത് കൂടുതലുള്ളത്. അപ്പോൾ ആൻസർ നമുക്ക് മെറ്റൽ എ എന്ന് എഴുതാം. ഓക്കെ, ക്ലിയർ. ഇനി അടുത്ത 20ാമത്തെ ക്വസ്റ്റ്യൻ, ദ നെറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ് ഈസ്. അപ്പോൾ ഒരു ക്ലോസ്ഡ് സർഫസിൽ കൂടെയുള്ള മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ആകെ തുക അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. നെറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ് ഈസ് 0 എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്തായാലും ക്ലോസ്ഡ് സർഫസിലെ മൊത്തം മാഗ്നറ്റിക് ഫ്ലക്സ് എപ്പോഴും 0 ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചു. അതുകൊണ്ട് 0 ആണ് അവിടുത്തെ ആൻസർ. ഇനി അതിന്റെ ബി ക്വസ്റ്റ്യൻ, എ ബാർ മാഗ്നറ്റ് ഓഫ് മാഗ്നറ്റിക് മൊമെന്റ് M ഈസ് അലൈൻ പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് B. ഒരു സമകാന്തിക മണ്ഡലത്തിന്റെ ബി ദിശയ്ക്ക് സമാന്തരമായി M ആക്കമുള്ള ഒരു ബാർ മാഗ്നറ്റ് കാന്തം വെച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ റൈറ്റ് ഡൗൺ ദ എക്സ്പ്രഷൻ ഫോർ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ മാഗ്നറ്റ്. അതായത് എ ബാർ മാഗ്നറ്റ് ഓഫ് മാഗ്നറ്റിക് മൊമെന്റ് M ഈസ് അലൈൻ പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിന്റെ പാരലൽ ഡയറക്ഷനിൽ വെച്ചേക്കുവാണ്. അങ്ങനെയാണെങ്കിൽ റൈറ്റ് ഡൗൺ ദ എക്സ്പ്രഷൻ ഫോർ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ മാഗ്നറ്റ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം U = -mb cos θ എന്നാണ് ഇക്വേഷൻ. Second question, what work is to be done to turn the magnet opposite to the direction of field? കാന്തത്തെ ഫീൽഡിന്റെ ദിശയ്ക്ക് നേർവിപരീതമായി വിന്യസിക്കാൻ എത്ര പ്രവൃത്തിയാണ് ചെയ്യേണ്ടത്? അപ്പോൾ നേർ വിപരീതമായിട്ട് വിന്യസിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ ടേൺ ചെയ്യണം. അപ്പോൾ 2 ആംഗിൾ വരും അവിടെ. θ1 0 ഡിഗ്രി എന്ന് എടുക്കാം, θ2 നമുക്ക് 180 ഡിഗ്രി എന്ന് എടുക്കാം. അപ്പോൾ നമുക്ക് ടേൺ ചെയ്യുന്നതുകൊണ്ട് അവിടെ W നമുക്ക് നേരത്തെ അറിയാം -mb എന്ന്, അതിൻ്റെ കൂടെ ആംഗിൾ വന്നതുകൊണ്ട് cos θ2 - cos θ1 എന്ന് പറഞ്ഞ ഇക്വേഷൻ ആണ് എടുക്കുന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു -mb cos θ2 എത്രയാണ്, θ2 നമുക്ക് 180 ഡിഗ്രി കിട്ടിയിട്ടുണ്ട്. θ2 cos 180 - θ1 0 ഡിഗ്രി. അപ്പോൾ cos θ1 എന്തായി മാറും, cos 0 ആയിട്ട് മാറും. വിച്ച് ഈസ് ഈക്വൽ ടു -mb cos 180 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം -1 ആണ് വാല്യൂ. പിന്നെ ആ മൈനസ് അതുപോലെ എഴുതും. cos 0 എന്ന് പറഞ്ഞാൽ 1 ആണ് വാല്യൂ. അപ്പോൾ -1 എന്ന് വരും. ഇനി ബാക്കി എന്താ എഴുതാം, W -mb അതുപോലെ എഴുതി ഇൻറ്റു -1ഉം -1 എന്ന് പറയുമ്പോൾ 2 സംഖ്യകൾ തമ്മിൽ കൂട്ടിയിട്ട് മൈനസ് ചിഹ്നം. അപ്പോൾ 1 + 1 2 -2 എന്ന് കിട്ടും. ഓക്കെ, ഇനി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസും പ്ലസ് ആവും. അങ്ങനെ 2mb എന്നാണ് അവിടെ ആൻസർ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി അടുത്ത 21st ക്വസ്റ്റ്യൻ, റൈറ്റ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ജംഗ്ഷൻ ഡയോഡ് വിച്ച് മേക്ക് ഇറ്റ് സ്യൂട്ടബിൾ ഫോർ റെക്ടിഫിക്കേഷൻ. അതായത് എന്താണ്, റെക്ടിഫിക്കേഷൻ അനുയോജ്യമാകുന്ന ജംഗ്ഷൻ ഡയോഡിന്റെ സവിശേഷതകൾ എഴുതാനാണ്. അപ്പോൾ റെക്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ അപ്പോൾ അത് നമുക്ക് ഡയോഡ് അറിയാം. നമ്മളുടെ ഡയോഡിലെ കറണ്ട് ഫ്ലോ എങ്ങനെ, യൂണി ഡയറക്ഷണൽ ഫ്ലോ ആണ് അല്ലേ. അതായത് ഈ ഡയോഡ് കറണ്ടിനെ ഒരു ദിശയിലോട്ട് മാത്രമേ കടത്തിവിടുന്നുള്ളൂ. അത് പിന്നെ വിപരീത ദിശയിലോട്ടുള്ള എന്ത് ചെയ്യും, ബ്ലോക്ക് ചെയ്യും, തടഞ്ഞു നിർത്തുകയും ചെയ്യുന്നു. അതാണ് റിവേഴ്സ് ബയാസ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം, The key property is that a junction diode allows current to flow only in one direction, forward bias, and blocks in the opposite direction, that is reverse bias എന്ന് പറഞ്ഞ് എഴുതിയാൽ മതി. 1 മാർക്കിന് ഇത്രയും മതി. ഓക്കെ, അടുത്ത ബി ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, വിത്ത് ദ ഹെൽപ്പ് ഓഫ് സർക്യൂട്ട് ഡയഗ്രാം എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് എ ഹാഫ് വേവ് റെക്ടിഫയർ. അപ്പോൾ ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ വർക്കിംഗ് ആണ് എഴുതേണ്ടത്. അപ്പോൾ അത് 2 മാർക്കിനാണ്. അപ്പോൾ നമുക്ക് ആ ഫിഗറും വരച്ചിട്ട് ജസ്റ്റ് അതിനെക്കുറിച്ചൊന്ന് ജസ്റ്റ് എഴുതിയാൽ മതി. അത് 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് വാരി വലിച്ച് വലുതായിട്ടൊന്നും എഴുതണ്ട. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫിഗർ വരയ്ക്കണം. ആദ്യം ഹാഫ് വേവ് റെക്ടിഫയറിന്റെ ഫിഗർ വരയ്ക്കുക. പിന്നെ അതിന്റെ ഗ്രാഫ് എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യുന്നത്, ഗ്രാഫും കൂടെ വരയ്ക്കുക. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് വർക്കിംഗ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് എഴുതാം. അതായത് നമ്മളിവിടെ, അപ്പോൾ ഇതാണ് ഹാഫ് വേവ് റെക്ടിഫയറിന്റെ ഫിഗർ. അപ്പോൾ ഫിഗർ വരയ്ക്കാൻ പഠിക്കുക. ഫിഗറും അതിൻ്റെ തൊട്ട് താഴെ അതിൻ്റെ ഗ്രാഫും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കുക, നമ്മൾ ഒരു ട്രാൻസ്ഫോമർ ഉണ്ട്, പ്രൈമറി സെക്കൻഡറി അവിടെ ഉണ്ട്, പിന്നെ ആ ഡയോഡ് അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഡയോഡിൻ്റെ ഇപ്പുറത്തെ ഭാഗത്തായിട്ട് ഒരു A എന്ന് പറഞ്ഞ പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ ഇപ്പുറത്ത് ലോഡ് റെസിസ്റ്റൻസ് RL ഉണ്ട്. ഓക്കെ, ഇത്രയാണ് അവിടെ നമുക്ക്
നമുക്ക് അടയാളപ്പെടുത്തേണ്ടത്. ഇനി അവിടെ എന്ന് വെച്ചാൽ എ എന്ന് പറയുന്ന പർട്ടിക്കുലർ പോയിന്റിൽ നമ്മൾ അവിടെയാണ് വോൾട്ടേജ് മാറ്റി മാറ്റി കൊടുക്കുന്നത്, പ്ലസും നെഗറ്റീവും ആക്കുന്നത്. അപ്പോൾ വോൾട്ടേജ് നമ്മൾ പോസിറ്റീവ് ആകുമ്പോൾ എന്ത് ചെയ്യും, ഡയോഡ് ഫോർവേഡ് ബയാസിലാവുകയും യൂണി ഡയറക്ഷണൽ ഫ്ലോ ഓഫ് കറണ്ട് കണ്ടക്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ആ ലോഡ് റെസിസ്റ്റൻസിൽ കൂടെ കറണ്ട് കിടക്കും. അതേസമയം ആ എ എന്ന് പറയുന്ന പോയിന്റിൽ നമുക്ക് നെഗറ്റീവാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യും, ഡയോഡ് റിവേഴ്സ് ബയാസിലാവുകയും അതിനെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യുന്നു. അതായത് ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ പോസിറ്റീവായിട്ടുള്ള ആ താഴെ ഗ്രാഫ് വെച്ച് കമ്പയർ ചെയ്താൽ നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ വോൾട്ടേജ് അറ്റ് എ എന്ന് പറഞ്ഞ ആ ഗ്രാഫിൽ, അതായത് ഫസ്റ്റ് നമ്മൾ പോസിറ്റീവ് സൈക്കിൾ കൊടുക്കുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട് അല്ലേ, ഹാഫ് വേവ് കിട്ടുന്നു, പോസിറ്റീവായിട്ട് കിട്ടുന്നു. പക്ഷേ അതായത് അടുത്തൊരു വേവ് എന്താണ്, നെഗറ്റീവ് സൈക്കിൾ ആകുമ്പോഴത്തേക്കും അവിടെ ഔട്ട്പുട്ട് കിട്ടുന്നില്ല. അതായത് പോസിറ്റീവ് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ലോഡ് അതായത് ഡയോഡ് വർക്ക് ചെയ്യുകയും ലോഡ് റെസിസ്റ്ററിൽ കൂടെ എന്താണ് കറണ്ട് കണ്ടക്ട് ചെയ്യുകയും നമുക്ക് അവിടെ ലോഡ് റെസിസ്റ്റൻസിന് അക്രോസ് ആയി ഒരു വോൾട്ടേജ് ഫോം ചെയ്യുകയും ചെയ്യും. അതാണ് അവിടെ ഹാഫ് ആയിട്ട് വരച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് കൊടുത്ത് നെഗറ്റീവ് ഹാഫ് സൈക്കിളാണ്. നോക്കിക്കുക, ആ ഇൻപുട്ട് എ സി എന്ന് പറയുന്ന അവിടെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആകുമ്പോൾ ഇവിടെ ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ അവിടെ നമുക്കൊന്നും കിട്ടുന്നില്ല. കാരണം അവിടെ എന്ത് ചെയ്യും, ഡയോഡ് അതിനെ റിവേഴ്സ് ബയസിലാവുകയും ഡയോഡ് അതിനെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ഇൻ ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾസ് ഓഫ് എ സി ദർ ഇസ് എ കറന്റ് ത്രൂ ലോഡ് റെസിസ്റ്റൻസ് RL and we get an output, whereas there is no current in negative half cycle. Okay, the output voltage is varying but is restricted to only one direction and is said to be rectified. അതാണ് ഒരു ഡയറക്ഷനിൽ മാത്രം അങ്ങനെ റെക്ടിഫൈഡ് ആയി എന്ന് പറയുന്നു. സിൻസ് റെക്ടിഫൈഡ് ഔട്ട്പുട്ട് ഈസ് ഓൺലി ഫോർ ഹാഫ് ഓഫ് ദ ഇൻപുട്ട്. അത് കണ്ടോ, നമ്മുടെ കൊടുത്ത ഇൻപുട്ടിൽ പോസിറ്റീവ് ഹാഫും ഉണ്ട് നെഗറ്റീവ് ഹാഫും ഉണ്ട്. പക്ഷെ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിൽ പോസിറ്റീവ് ഹാഫ് മാത്രമേ കിട്ടുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇതിനെ ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് 22ാമത്തെ ക്വസ്റ്റ്യൻ. A. Obtain the expression for the equivalent capacitance when two capacitors C1 and C2 are connected in series. രണ്ട് കപ്പാസിറ്ററുകൾ C1ഉം C2ഉം ശ്രേണി രീതിയിൽ ഘടിപ്പിച്ചാൽ അതിൻ്റെ സഫല കപ്പാസിറ്റൻസിന് സൂത്രവാക്യം കണ്ടെത്താനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എങ്ങനെ എഴുതാം? അതായത് കപ്പാസിറ്റേഴ്സ് സീരീസിലാവുമ്പം അവിടുത്തെ ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V എന്ന് പറഞ്ഞത് V1 + V2 ആവും. അതായത് രണ്ട് കപ്പാസിറ്റർ സീരീസിലാവുമ്പോൾ അവിടുത്തെ ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് V = V1 + V2 ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ രണ്ട് കപ്പാസിറ്റൻസിലെയും ചാർജ് Q എന്ന് വെച്ചാൽ സെയിം ആയിരിക്കും. നമുക്ക് Q/C ഇക്വലൻ്റ്, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? Q/C ഇക്വലൻ്റ് = Q/C1 + Q/C2 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ അപ്പോൾ Q രണ്ടും ഈക്വൽ ആയതുകൊണ്ട് നമുക്കതിനെ ഒന്നുകൂടെ Q പുറത്തെടുത്ത് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എന്താണ്, 1/C ഇക്വലൻ്റ് = 1/C1 + 1/C2 എന്ന് എഴുതും. അതിൽ നിന്ന് നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും C1 C2 / C1 + C2 എന്ന് ആൻസറിൽ എത്താൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത് B ക്വസ്റ്റ്യൻ. ദ വേരിയേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് വിത്ത് പൊട്ടൻഷ്യൽ ഓഫ് എ കപ്പാസിറ്റർ ഈസ് ഗിവൻ ബിലോ. ഒരു കപ്പാസിറ്ററിന്റെ പൊട്ടൻഷ്യലിനനുസരിച്ച് വൈദ്യുത ചാർജിനുള്ള വ്യതിയാനം താഴെ കാണിച്ചിരിക്കുന്നത് ഗ്രാഫാണ്. ചാർജും വോൾട്ടേജും തമ്മിലുള്ള ഗ്രാഫാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് റെപ്രസെന്റ്? ഗ്രാഫിന്റെ ചരിവ്, അതിൽ ആ എ എന്ന് പറഞ്ഞ ഒരു സ്ലോപ്പ് കാണിക്കുന്നില്ലേ, അത് എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. അത് കപ്പാസിറ്റൻസിനെയാണ് കാണിക്കുന്നത്. ഓക്കെ, അതായത് ചാർജ് വേഴ്സസ് വോൾട്ടേജ് ആണെങ്കിൽ അത് കപ്പാസിറ്റൻസിനെയാണ് കാണിക്കുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ ഏരിയ അണ്ടർ ദ ഗ്രാഫ് ഗീവ്സ് ഡാഷ്. അപ്പോൾ ഈ ഏരിയ അണ്ടർ ദ ഗ്രാഫ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അതെന്തിനെയാണ്? എനർജി സ്റ്റോർഡ് ഇൻ ദ കപ്പാസിറ്റർ. ആ കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇനി 23ാമത്തെ ക്വസ്റ്റ്യൻ, അറൈവ് അറ്റ് ബാലൻസിങ് കണ്ടീഷൻ ഫോർ വീസ്റ്റൺസ് ബ്രിഡ്ജ് യൂസിങ് കിർച്ചോഫ്സ് ലോ വെച്ചിട്ട് എന്താണ് ബാലൻസിങ് കണ്ടീഷനിൽ എത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം വീസ്റ്റൺ ബ്രിഡ്ജിന്റെ ഈ ഫിഗർ ഒന്ന് വരയ്ക്കണം. ഓക്കെ, ഇതാണ് നമ്മുടെ ഫിഗർ വരച്ചിട്ട് നമുക്ക് അവിടുന്ന് മനസ്സിലാക്കേണ്ടത് ദ ബ്രിഡ്ജ് ഈസ് ബാലൻസ്ഡ് വെൻ നോ കറണ്ട് ഫ്ലോസ് ത്രൂ ദ ഗാൽവനോമീറ്റർ. അതായത് ഗാൽവനോമീറ്ററിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യാത്തപ്പോൾ, അതായത് ഗാൽവനോമീറ്റർ കറണ്ട് IG 0 ആവുന്ന കണ്ടീഷനിലാണ് എന്താണ് ബ്രിഡ്ജ് ബാലൻസ്ഡ് ആവുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ നടക്കുന്ന എപ്പോഴാണെന്ന് ചോദിച്ചാൽ ദിസ് ഈസ് ഒക്കേഴ്സ് when the ratio of resistance in the two arms is equal. അതായത് 2 arms എന്ന് പറഞ്ഞാൽ P/Q = R/S ആവുന്ന കണ്ടീഷനിലാണ് എന്താണ് ഈ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആവുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് R1 / R2 = R3 / R4 എന്നും പറയാം.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ ബി, ഡിറ്റർമിൻ ദ കറണ്ട് ഐ ഫ്രം ദ സർക്യൂട്ട് ഗിവൻ ബിലോ. അപ്പോൾ താഴെ ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് എന്താണ് കിർച്ചോഫ്സ് ലാ വെച്ച് ചെയ്യേണ്ട കേസാണ് കേട്ടോ. ഇതെന്താന്ന് വെച്ചാൽ നമ്മൾ കിർച്ചോഫ് ലാ ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം ഒരു നോഡിലോട്ട് കറണ്ട് പ്രവേശിക്കുന്ന അതിന്റെ സമ്മ് എന്ന് പറയുന്നത് ആ സം ഓഫ് കറണ്ട്സ് ലീവിങ് നോഡ്. ഒരു നോഡിലോട്ട് പ്രവേശിക്കുന്ന കറണ്ടുകളുടെ ആകെ തുക എന്ന് പറഞ്ഞാൽ ആ നോഡിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന കറണ്ടുകളുടെ തുകയ്ക്ക് തുല്യമായിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ എഴുതാം? ഇവിടെ നോക്കുക, ഇവിടെ അകത്തോട്ട് പോകുന്ന ആരോ അകത്തോട്ട് കാണിക്കുന്ന ഏതൊക്കെയാണ്? 0.6 ആംപിയർ, 0.6 പ്ലസ് 0.2 ഉണ്ട്, 0.2 പ്ലസ് 0.7 ആംപിയർ ആണ് അകത്തോട്ട് പോകുന്ന ആരോ അകത്തോട്ട് കാണിക്കുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ 0.6 പ്ലസ് 0.2 പ്ലസ് 0.7 അതിൻ്റെ സമ്മെന്ന് പറഞ്ഞാൽ ഈക്വൽ ടു പുറത്തോട്ട് പോകുന്നതിൻ്റെ. അപ്പോൾ ആരോ പുറത്തോട്ട് പോകുന്ന ഏതൊക്കെയാണ് കാണിക്കുന്നത്? 0.4 പ്ലസ് 0.5 പ്ലസ് പിന്നെ ഐ. അപ്പോൾ അത് വെച്ച് നമുക്ക് ഐ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ 0.6ഉം 0.2ഉം 0.7ഉം കൂടെ സം ചെയ്യുമ്പോൾ നമുക്ക് 1.5 കിട്ടും. അത് ഈക്വൽ ടു ബാക്കിയുള്ള രണ്ട് സംഖ്യകൾ കൂട്ടി അതിന് കൂടെ പ്ലസ് ഐ എന്നിടുക. എന്നിട്ട് നമുക്ക് ഐ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഐയുടെ കൂടെ കിടക്കുന്ന 0.9 സമത്തിനപ്പുറത്തോട്ട് കൊണ്ടുപോയി മൈനസ് ചെയ്യുക. അപ്പോൾ 1.5 മൈനസ് 0.9 എന്ന് കിട്ടും. അത് 0.6 ആംപിയർ എന്ന് നമുക്ക് കറണ്ട് കിട്ടും. ഓക്കെ, ഇനി അടുത്ത 24ാമത്തെ ക്വസ്റ്റ്യൻ എ, ഡ്രോ എ ലേബൽ ഡയഗ്രാം ഫോർ ദ ഫോർമേഷൻ ഓഫ് ആൻ ഇമേജ് ഇൻ എ സിമ്പിൾ മൈക്രോസ്കോപ്പ്. അപ്പോൾ അത് നമ്മളിവിടെ പഠിച്ചതായിരുന്നു. ഒരു ലഘു സൂക്ഷ്മദർശനിൽ പ്രതിബിംബം രൂപപ്പെടുന്നതിന്റെ രേഖാചിത്രം ലേബലുകൾ സഹിതം വരയ്ക്കാനാണ് പറയുന്നത്. ഓക്കെ, അത് നമുക്ക് ഈ ഫിഗർ ആണ്, ഇതങ്ങ് വരച്ചാൽ മതി. ഓക്കെ, ബി ക്വസ്റ്റ്യൻ എന്താണ്? 2 കോൺവെക്സ് ലെൻസസ് ഓഫ് ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട്. 0.15 mm 0.30 mm തന്നിട്ടുണ്ട്. അത് കമ്പൈൻ കോണ്ടാക്ട് വിത്ത് ഈച്ച് അതർ, പരസ്പരം കോണ്ടാക്റ്റിലാണ്. കാൽക്കുലേറ്റ് ദ പവർ, അങ്ങനെയാണെങ്കിൽ പവറും ഫോക്കൽ ലെങ്തും കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ പവർ കണ്ടുപിടിക്കുന്നതിന് എന്താണ്? പവർ കണ്ടുപിടിക്കുന്നതിന് ഇക്വേഷൻ F1 പ്ലസ് F2 ഡിവൈഡ് ബൈ F1 F2 എന്നാണ്. അതിനകത്ത് നമ്മളിത് അപ്ലൈ ചെയ്യുക. എത്രയാ? F1ൻ്റെ F2ൻ്റെ വാല്യൂ കൊടുക്കുക. എല്ലാം കൊടുത്തിട്ട് കാൽക്കുലേറ്റർ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അതുപോലെ തന്നെയാണ് നമുക്ക് ഫോക്കൽ ലെങ്തും നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ഉണ്ട്. അതനുസരിച്ച് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, 25th ക്വസ്റ്റ്യൻ എ, ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ സെൽഫ് ഇൻഡക്റ്റൻസ് ഫോർ എ ലോങ് സോളിനോയിഡ്. ഒരു നീണ്ട സോളിനോയിഡിന്റെ സ്വയം പ്രേരണ അല്ലെങ്കിൽ സെൽഫ് ഇൻഡക്റ്റൻസ് കണക്കാക്കുന്നതിനുള്ള സൂത്രവാക്യം കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പൊ നമുക്ക് സോളിനോയിഡിലെ കാന്തിക മണ്ഡലം മാഗ്നറ്റിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. ബി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? μ0 ni ആണ്. ഇതിൽ n എന്ന് പറയുന്നത് ആ നമ്പർ ഓഫ് ടേൺസ് ആണ്, ഐ എന്ന് പറയുന്നത് കറണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഈ NI നമ്പർ ഓഫ് ടേൺസ് ഇൻറ്റു ഐ, NIക്ക് വേറൊരു ഇക്വേഷൻ ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്യാപിറ്റൽ NI ഡിവൈഡ് ബൈ L എന്നൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ NI മാറി μ0 ക്യാപിറ്റൽ NI ഡിവൈഡഡ് ബൈ L എന്നാവും. ഇനി നമ്മൾ ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് സോളിനോയിഡ്, അതായത് ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ ഈസ് ഈക്വൽ ടു NBA എന്ന് പറഞ്ഞ ഇക്വേഷനാണ്. അതിനകത്ത് നമുക്ക് എന്താ ഈ ബിയുടെ വാല്യൂ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എങ്ങനെ വരും? N ഇൻറ്റു μ0 NI ഡിവൈഡഡ് ബൈ L ഇൻറ്റു A എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ നോക്കിക്കേ 2 N ഉണ്ട്. ആ 2 N കൂടെ ചേർന്ന് μ0 N സ്ക്വയർ AI എന്ന് കിട്ടും. AI ഡിവൈഡഡ് ബൈ L എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് സെൽഫ് ഇൻഡക്റ്റൻസ് അറിയാം. 5 ഡിവൈഡഡ് ബൈ I ആണ് ഇക്വേഷൻ. അപ്പോൾ നമുക്ക് 5 ഇവിടെ കിട്ടിയിട്ടുണ്ട്. μ0 N സ്ക്വയർ AI ഡിവൈഡഡ് ബൈ L ഡിവൈഡഡ് ബൈ I എന്ന് എഴുതും. അപ്പോൾ ആ ഐയും ക്യാൻസൽ ആവും. അങ്ങനെ നമുക്ക് ഫൈനൽ ഇക്വേഷൻ കിട്ടുന്നത് μ0 N സ്ക്വയർ A ഡിവൈഡഡ് ബൈ L എന്നുള്ളതാണ് അവിടുത്തെ ആൻസർ. ഓക്കെ, ഇനി ബി, the graph illustrates how the induced electromotive force EMF varies with the rate of change of current for 2 identical solenoids labeled P and Q. One is air core and the other is iron core. Which one of them is iron core? Why? P, Q എന്നീ 2 സമാന സോളിനോയിഡുകളുടെ വൈദ്യുതധാരയുടെ വ്യതിയാന നിരക്കിനൊപ്പം പ്രേരിത ഇലക്ട്രോമോട്ടീവ് ബലം EMF എങ്ങനെ മാറുന്നുവെന്ന് ഗ്രാഫ് വ്യക്തമാക്കുന്നു. ഒരെണ്ണം വായു അകക്കാമ്പായതും മറ്റൊന്ന് ഇരുമ്പ് അകക്കാമ്പായതുമാണ്. ഇവയിൽ ഏതാണ് ഇരുമ്പ് അകക്കാമ്പ് ആയിട്ടുള്ളത്? എന്തുകൊണ്ട്? അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? PQ എന്നീ 2 സോളിനോയിഡുകളുണ്ട്. EMFും കറണ്ടും മാറുന്ന നിരക്ക് തമ്മിലുള്ള ഗ്രാഫുണ്ട്. ഇതിൽ ഏതാണ് അയൺ കോർ ഉള്ളതെന്നാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ടെന്ന്. അപ്പോൾ നമുക്ക് ഏതാണ് അയൺ കോർ ഉള്ളതെന്ന് വെച്ചാൽ സോളിനോയിഡ് P ആണ്. അപ്പോൾ ആൻസർ വന്നിട്ട് സോളിനോയിഡ് P ആണ്. കാരണം അതായത് എന്താണ് സോളിനോയിഡ് P ആണ് കാരണം പറയുന്നത് വെച്ചാൽ സോളിനോയിഡ് P ഹാസ് എ സ്റ്റീപ്പർ സ്ലോപ്പ്, നല്ല സ്റ്റീപ്പായിട്ടുള്ള സ്ലോപ്പാണ് കമ്പയർഡ് ടു Q. അപ്പോൾ അതിൻ്റെ അർത്ഥം ഹയർ ഇൻഡക്റ്റൻസ് ആണ് അവിടെ ഉള്ളതെന്നാണ്. അപ്പോൾ അത് നമുക്ക് ആൻസർ ആയിട്ട് കണ്ടെത്താം.
ഇനി അടുത്ത് എ ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ഗോസസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. സ്ഥിതവൈദ്യുതിയിലെ ഗോസ് നിയമം പ്രസ്താവിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ എന്താണ് ഗോസസ് ലോ നമ്മൾ പഠിച്ചത്? ദ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസ് ഇൻ ഫ്രീ സ്പേസ് ഈസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ദ ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ്. ഓക്കെ, അതായത് ദ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസ്, അതായത് ഫ്രീ സ്പേസിലുള്ള ഏതൊരു ക്ലോസ്ഡ് സർഫസിന്റെയും ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് 1/ε0 ടൈംസ് ദ ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ് ആയിരിക്കും. അപ്പോൾ ആ സർഫസിൽ എൻക്ലോസ് ചെയ്തിരിക്കുന്ന ടോട്ടൽ ചാർജിന്റെ 1/ε0 ടൈംസ് ആയിരിക്കും അവിടുത്തെ എന്താണ് ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതായത് ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ആണ് ഫൈ എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫൈ ഈസ് ഈക്വൽ ടു Q/ε0 എന്ന് നമുക്ക് എഴുതാം. ഇനി 26ന്റെ ബി ക്വസ്റ്റ്യൻ, യൂസിങ് ഗോസസ് തിയറം ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഡ്യൂ ടു ആൻ ഇൻഫിനിറ്റ്ലി ലോങ് ചാർജ്ഡ് വയർ ഹാവിംഗ് ലീനിയർ ചാർജ് ഡെൻസിറ്റി. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു ഗോസിയൻ സർഫസ് തന്നിട്ടുണ്ട്. ഇതാണ് പിക്ചർ. ഓക്കെ, നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ഈ പിക്ചർ വരയ്ക്കണം. എന്നിട്ട് എന്താ എഴുതണ്ടേ? ഗോസിയൻ സർഫസ് കൺസിഡേർഡ് ആസ് എ സിലിണ്ടർ ഓഫ് ലെങ്ത് L ആൻഡ് റേഡിയസ് R. ഓക്കെ, അപ്പോൾ ഇവിടെ പിക്ചർ നോക്കുക. അവിടെ L എന്ന് പറയുന്നത് എന്താ സിലിണ്ടറിന്റെ ലെങ്തും R എന്ന് പറയുന്നത് സിലിണ്ടറിന്റെ റേഡിയസും ആണ്. ഇനി അവിടുത്തെ ടോട്ടൽ ചാർജ്, ആ വയറിലൂടെയുള്ള ടോട്ടൽ ചാർജിന് നമ്മൾ Q എന്ന് എടുക്കുകയാണ്. പിന്നെ ലീനിയർ ചാർജ് ഡെൻസിറ്റി നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡയാണ്. അപ്പോൾ ആ ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്. അപ്പോൾ യൂണിറ്റ് ലെങ്തിലുള്ള ചാർജാണ് അത് ലാംഡ എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അത് എഴുതുക. ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സിലിണ്ടർ. അപ്പോൾ ഈ സിലിണ്ടറിൽ മൊത്തത്തിൽ എൻക്ലോസ് ചെയ്തിരിക്കുന്ന ചാർജ് എന്ന് പറഞ്ഞാൽ ആ ലാംഡ ഇൻറ്റു ആ ലെങ്ത് ചെയ്താൽ മതി. അപ്പോൾ ലാംഡ L എന്ന് കിട്ടും. ഇനി നമ്മൾ ഗോസസ് ലോ അനുസരിച്ച്, അക്കോർഡിംഗ് ടു ഗോസസ് ലോ, ഫ്ലക്സ് ത്രൂ ദ ക്ലോസ്ഡ് സർഫസ്. അപ്പോൾ ഇനി അക്കോർഡിംഗ് ടു ഗോസസ് ലോ ഫ്ലക്സ് ത്രൂ ദ ക്ലോസ്ഡ് സർഫസിന് ഗോസസ് ലോ അപ്ലൈ ചെയ്തിട്ട് ആ ക്ലോസ്ഡ് സർക്യൂട്ടിലുള്ള ഫ്ലക്സ് കണ്ടുപിടിക്കുകയാണ് അടുത്ത് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ എഴുതാം നമുക്ക്? അപ്പോൾ ഫ്ലക്സ് എന്ന് പറയുന്നത് 1/ε0 ഇൻറ്റു ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ ക്ലോസ്ഡ് സർഫസ്. അപ്പോൾ ആ ക്ലോസ്ഡ് സർഫസിൽ മൊത്തം എൻക്ലോസ് ചെയ്തിരിക്കുന്ന ചാർജാണ്. അപ്പോൾ നമുക്ക് 1/ε0 ഇൻറ്റു ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ ക്ലോസ്ഡ് സർഫസ്. അപ്പോൾ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ ക്ലോസ്ഡ് സർഫസ് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട് ലാംഡ L ആണെന്ന്. അപ്പോൾ 1/ε0 ഇൻറ്റു ലാംഡ L ചെയ്യുമ്പോൾ നമുക്ക് ലാംഡ L ഡിവൈഡഡ് ബൈ ε0 എന്ന് കിട്ടും. ഇനി നമുക്ക് ക്ലോസ്ഡ് സർഫസിൽ കൂടെയുള്ള ടോട്ടൽ ഫ്ലക്സ് കണ്ടുപിടിക്കാം. അപ്പോൾ ടോട്ടൽ ഫ്ലക്സ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ടോട്ടൽ ഫ്ലക്സ് ത്രൂ ദ ക്ലോസ്ഡ് സർഫസ് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് ഫൈ എഴുതുക. അതായത് അവിടെ 3 സെഗ്മെന്റ് ആയിട്ട് നമ്മൾ തരംതിരിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ടോട്ടൽ ഫ്ലക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി സർഫസ് ഇൻ്റഗ്രൽ EdS cos θ, നമുക്കറിയാം, ഇക്വേഷൻ അറിയാം. EdS cos θ എഴുതും. അതെന്ന് പറഞ്ഞത് EdS cos θ എന്ന് പറഞ്ഞാൽ ടോട്ടലാണ്. ഏതൊക്കെയാണ്? ഫ്ലക്സ് ത്രൂ ദ സർഫസ് 1. ഇവിടെ ആ പിക്ചറിൽ നമുക്ക് 3 സർഫസിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, 1, 2, 3. അപ്പോൾ ഈ 3 സർഫസിലൂടെയും കൂടെയുള്ള ഫ്ലക്സിന് നമ്മൾ കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം എങ്ങനെ എഴുതാം? ഫ്ലക്സ് ത്രൂ ദ സർഫസ് ഫസ്റ്റ് പ്ലസ് ഫ്ലക്സ് ത്രൂ ദ സർഫസ് 2 പ്ലസ് ഫ്ലക്സ് ത്രൂ ദ സർഫസ് 3 എന്ന് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം ഫ്ലക്സ് ത്രൂ ദ സർഫസ് 1 എന്ന് പറയുമ്പോൾ EdS cos തീറ്റയുടെ അവിടെ എത്രയാണ്? 1 നോക്കിയാൽ 1 തീറ്റ വന്നിട്ട് നമുക്ക് 90 ഡിഗ്രിയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ EdS cos 90 എന്ന് എഴുതാം. ഇനി സെക്കൻഡ്, ആ ഫിഗറിൽ നോക്കിയാൽ മതി. സെക്കൻഡ് സർഫസിൽ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? 0 ആണ്. തീറ്റ ഈക്വൽ ടു 0 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് EdS cos 0 എന്ന് എഴുതാം. അടുത്ത തേർഡ് സർഫസിൽ ആംഗിൾ തീറ്റ 90 ഡിഗ്രിയാണ്. അതുകൊണ്ട് നമുക്ക് സർഫസ് ഇൻ്റഗ്രൽ EdS cos 90 എന്ന് എഴുതാം. അപ്പോൾ ഇതെല്ലാം ഇനി ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് cos 0 എത്രയാണെന്ന് നമുക്കറിയാം, 1. cos 90 എത്രയാണ്? 0. അപ്പോൾ ആ cos 90 ഉള്ള ടേം, അതായത് ഫസ്റ്റത്തെ, ഇതിനെ നമ്മൾ എങ്ങനെ എഴുതുന്നതെന്ന് വെച്ചാൽ ഈക്വൽ ടു ഇൻ്റഗ്രൽ EdS സർഫസ് ഇൻ്റഗ്രൽ EdS cos 90 പ്ലസ് സർഫസ് ഇൻ്റഗ്രൽ EdS cos 0 പ്ലസ് സർഫസ് ഇൻ്റഗ്രൽ EdS cos 90. അപ്പോൾ cos 90യുടെ വാല്യൂ നമുക്കറിയാം 0 എന്നും cos 0യുടെ വാല്യൂ 1 എന്നും അറിയാം. അപ്പോൾ cos 0 1 എന്നുള്ള വാല്യൂ അവിടെ നിൽക്കും, 1 ഇൻറ്റു EdS എന്ന് കിട്ടും. ബാക്കിയെല്ലാം എന്ത് ചെയ്യും? cos 90 0. അപ്പോൾ അതന്ന് 0 ആയിട്ട് പോകും. അപ്പോൾ നമുക്ക് ആൻസർ, ഫൈനൽ ആൻസർ സർഫസ് ഇൻ്റഗ്രൽ EdS എന്ന് കിട്ടും. ഓക്കെ,
അപ്പോൾ അതിൽ നിന്ന് ഇയെ നമുക്ക് പുറത്തെടുത്താൽ ഈ സർഫസ് ഇൻ്റഗ്രൽ ഡി എസ് എന്ന് കിട്ടും. അപ്പോൾ സർഫസ് ഇൻ്റഗ്രൽ ഡി എസ് എന്ന് പറഞ്ഞാൽ സർഫസ് ഏരിയ ഓഫ് ദ കർവ്ഡ് സർഫസ് ഓഫ് എ സിലിണ്ടർ ആണ്. നമുക്കതറിയാം 2πRL എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇ ഇൻറ്റു 2πRL എന്ന് കിട്ടും ആൻസർ. അപ്പോൾ എന്നിട്ട് നമുക്ക് അതിന് നമ്മൾ രണ്ടാമത്തെ ഇക്വേഷനായിട്ട് കൺസിഡർ ചെയ്യുക. ആദ്യം നമ്മൾ πL/ε0 ഒന്നാമത്തെ ഇക്വേഷനായിട്ട് എടുത്തിരുന്നു. അടുത്ത രണ്ടാമത്തെ ഇക്വേഷനായിട്ട് ഇത് ഫൈ ഈസിക്കൽ ടു ടോട്ടൽ ഫ്ലക്സ് ഈസിക്കൽ ടു ഫൈ ഈസിക്കൽ ടു ഇ ഇൻറ്റു 2πRL എന്ന് പറഞ്ഞെടുത്തിരുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടെ ഈക്വൽ അല്ലേ. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ കമ്പയർ ചെയ്യണം. കമ്പയറിങ് ഇക്വേഷൻ 1 and 2. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടാമതൊരു ഇക്വേഷൻ കിട്ടും. എന്താണ് ടോട്ടൽ ഫ്ലക്സ്? നമ്മൾ ആദ്യം ഒരിക്കൽ കണ്ടുപിടിച്ചു. ഫ്ലക്സ് എന്താ കിട്ടി? λL/ε0. അതിനെ 1 എന്ന് എടുത്തു. ഇപ്പോൾ കിട്ടിയ ഫ്ലക്സ് കണ്ടുപിടിച്ച ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം? 2 എന്ന് എടുത്തു. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനെയും കമ്പയർ ചെയ്യാം. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ഇ ഇൻറ്റു 2πRL ഇസിക്കൽ ടു λL/ε0 എന്ന് എഴുതാം. അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തുള്ള എല്ലും ക്യാൻസൽ ആവും. അങ്ങനെ ഫൈനലി സോൾവ് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് ഇ ഈക്വൽ ടു λ/2πε0R എന്നുള്ള ആൻസർ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഇനി അടുത്ത 27th ക്വസ്റ്റ്യൻ. നെയിം ദ റൂൾ വിച്ച് ഗീവ്സ് ദ ഡയറക്ഷൻ ഓഫ് ദ ഫോഴ്സ് ഓൺ എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. ഒരു ഏകീകൃത കാന്തിക മണ്ഡലത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു വൈദ്യുതവാഹക ചാലകത്തിൽ പ്രയോഗിക്കുന്ന ബലത്തിന്റെ ദിശ നൽകുന്ന നിയമം എന്താണെന്നാണ്. അതായത് നമ്മൾ പഠിച്ചു നെയിം ദ റൂൾ വിച്ച് ഗീവ്സ് ദ ഡയറക്ഷൻ ഓഫ് എ ഫോഴ്സ് ഓൺ എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. നമ്മൾ പഠിച്ചായിരുന്നു. അതായതാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളാണ് അവിടുത്തെ ആൻസർ. ഏത് റൂളെന്ന് എഴുതിയാൽ മാത്രം മതി. അപ്പോൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളാണ് അല്ലേ. ഫ്ലെമിംഗ് ലെഫ്റ്റ് ഹാൻഡ് റൂളാണ്. നമ്മുടെ ഹാൻഡ് വെച്ച് പഠിച്ചു. നടുക്ക് മാഗ്നറ്റിക് ഫീൽഡ് വരും, പിന്നെ ഡയറക്ഷൻ ഓഫ് ഫോഴ്സും ഡയറക്ഷൻ ഓഫ് കറണ്ടും കാണിക്കുന്നത് അല്ലേ. അപ്പോൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂള് ആണ് ആൻസർ. ഇനി 27ന്റെ ബി ക്വസ്റ്റ്യൻ. ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ഫോഴ്സ് ബിറ്റ്വീൻ 2 പാരലൽ കണ്ടക്ടേഴ്സ് ക്യാരിയിങ് കറൻസ്, ഹെൻസ് ഡിഫൈൻ 1 ആംപിയർ. ഓക്കെ, വൈദ്യുതി വഹിക്കുന്ന രണ്ട് സമാന്തര ചാലകങ്ങൾ തമ്മിലുള്ള ബലത്തിന് ഒരു സൂത്രവാക്യം രൂപീകരിക്കുക, അപ്രകാരം ഒരു ആംപിയർ നിർവചിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഫിഗർ വരയ്ക്കണം. ഓക്കെ, ഈ കാണുന്ന പോലെ ഫിഗർ നമ്മളെ ടെക്സ്റ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഫിഗർ വരയ്ക്കാൻ പഠിക്കണം. ഫിഗർ അതുപോലെ വരയ്ക്കുക. എന്നിട്ട് എന്താ എഴുതണ്ടേ? ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ മാഗ്നറ്റിക് ഇൻഡക്ഷൻ BA അറ്റ് ദ റൈറ്റ് സൈഡ് കണ്ടക്ടർ B ഈസ് BA ഈക്വൽ ടു μ0IA/2πd. അപ്പോൾ അതായത് മാഗ്നറ്റിക് ഇൻഡക്ഷൻ BA അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, അതായത് റൈറ്റ് സൈഡിലുള്ള കണ്ടക്ടറിലുള്ള മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് BA ഈക്വൽ ടു μ0IA/2πd എന്ന് എടുക്കും. അടുത്തത് ഫോഴ്സ് ഓൺ എ ലെങ്ത് L ഓഫ് ദ B കണ്ടക്ടർ നമ്മൾ എടുക്കും. FBA എന്ന് പറയുന്നത് BA ഇൻറ്റു IB ഇൻറ്റു L എന്ന് എടുക്കും. അപ്പോൾ നമുക്ക് BAയുടെ വാല്യൂ അറിയാം. BAയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. μ0IA/2πd ഇൻറ്റു IB L എന്ന് കിട്ടും. ഓക്കെ, അതിൽ നമുക്ക് μ0IA/IB/2πd ഇൻറ്റു L എന്ന് എടുക്കാം. അതുപോലെ ഫോഴ്സ്, അപ്പോൾ ഫോഴ്സ് ഓൺ ലെങ്ത് L ഡ്യൂ ടു കണ്ടക്ടർ A. അവിടെ രണ്ട് കണ്ടക്ടർ ഉണ്ട്, എയും ബി എന്ന് പറഞ്ഞത്. അതിൻ്റെയാണ് ഫോഴ്സ് പറയുന്നത്. അപ്പോൾ ദ ഫോഴ്സ് ഓൺ എ ലെങ്ത് L ഓഫ് ദ A കണ്ടക്ടർ എന്ന് പറയുമ്പോൾ FAB എന്ന് എഴുതാം. FAB ആകുമ്പോൾ എങ്ങനെ എഴുതും ആൻസർ? അതും ഈ സെയിം ഇക്വേഷൻ ആയിരിക്കും. FAB ഈസിക്കൽ ടു μ0IA/IB/2πd ഇൻറ്റു L എന്ന് എഴുതാം. അപ്പോൾ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ദ വയർ എന്ന് പറഞ്ഞാൽ FBA ഈസിക്കൽ ടു നമുക്ക് ഇക്വേഷൻ അറിയാം FBA/L എന്നാണ്. അപ്പോൾ FBA/L എന്ന് പറയുമ്പോൾ അവിടുത്തെ രണ്ട് ഓൾറെഡി മുകളിലത്തെ FBAയുടെ ഇക്വേഷനിൽ ഒരു L ഉണ്ട്, താഴത്തെ ആ L കൂടെ ക്യാൻസൽ ആയി പോകും, ബാക്കി അതുപോലെ എഴുതും. അപ്പോൾ μ0IA/IB/2πd എന്ന് കിട്ടും. ഇനി ഓക്കെ, അപ്പോൾ അത്രയാണ് നമുക്ക് ഫോഴ്സ് കിട്ടുന്നത്. 2 പാരലൽ കണ്ടക്ടേഴ്സിനിടയ്ക്കുള്ള ഫോഴ്സ് FAB എന്ന് പറഞ്ഞ ഫോഴ്സ് കിട്ടുന്ന ഇതാണ് ആൻസർ കിട്ടും. ഇനി നമുക്ക് ഡിഫൈൻ 1 ആംപിയർ ഡിഫൈൻ ചെയ്യണം. അപ്പോൾ 1 ആംപിയർ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമുക്ക് കണ്ടക്ടർ എയിൽ കൂടെയുള്ള കറൻറ്റും കണ്ടക്ടർ ബിയിൽ കൂടെയുള്ള കറൻറ്റും, അതായത് IA ഈക്വൽ ടു IB ഈക്വൽ ടു 1 ആംപിയർ എന്ന് എടുക്കും. D ഈക്വൽ ടു എത്രയാണ്? അവിടെ അവ തമ്മിലുള്ള D എന്ന് പറയുന്നത് 1 മീറ്റർ ആയിരിക്കും. അപ്പോൾ F ഈക്വൽ ടു എങ്ങനെ കിട്ടും? അപ്പോൾ അവിടെ നമുക്ക് ഫോഴ്സ് 10⁻⁻7 ഇൻറ്റു 2 എന്ന് കിട്ടും. ഓക്കെ, അതായത് 2 ഇൻറ്റു 10⁻⁷ Nm/m എന്ന് കിട്ടും. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം 1 ആംപിയർ ഈസ് ദാറ്റ് കറന്റ് വിച്ച് വെൻ ഫ്ലോയിങ് ത്രൂ ഈച്ച് ഓഫ് ദ 2 പാരലൽ കണ്ടക്ടേഴ്സ് ഓഫ് ഇൻഫിനിറ്റ് ലെങ്ത് ആൻഡ് placed in free space at a distance of 1 meter from each other produces between them a force of 2 into 10⁻⁷ Nm/m of their length. അപ്പോൾ 1 ആംപിയറിനെ ഡിഫൈൻ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ 1 ആംപിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ട് ആണ്. അതെങ്ങനെയാണ്? അതായത് ഇൻഫിനിറ്റ് ലെങ്ത് ആയ രണ്ട് ഇൻഫിനിറ്റ് ലെങ്ത് ഉള്ള പാരലൽ കണ്ടക്ടേഴ്സ്
തമ്മിൽ ഒരു ഫ്രീ സ്പേസിലായിരിക്കുന്ന അവ തമ്മിൽ ഒരു ഡിസ്റ്റൻസ് d1 ആയിരിക്കുമ്പോൾ കിട്ടുന്ന കറണ്ടാണ് അവിടെ പറഞ്ഞത്. അതായത് 1 ആംപിയർ ഈസ് ദാറ്റ് കറണ്ട് വിച്ച് വെൻ ഫ്ലോയിങ് ത്രൂ ഈച്ച് ഓഫ് ദ 2 പാരലൽ കണ്ടക്ടേഴ്സ് ഓഫ് ഇൻഫിനിറ്റ് ലെങ്ത്. അപ്പോൾ ഇൻഫിനിറ്റ് ലെങ്ത് ഉള്ള 2 പാരലൽ കണ്ടക്ടേഴ്സിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ്. ആൻഡ് പ്ലേസ്ഡ് ഇൻ ഫ്രീ സ്പേസിലാണത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 1 മീറ്റർ ഫ്രം ഈച്ച് അതർ. 1 മീറ്റർ ഡിസ്റ്റൻസിലാണ് പരസ്പരം പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയുള്ള കണ്ടീഷനിലാണ് പ്രൊഡ്യൂസേഴ്സ് ബിറ്റ്വീൻ ദം എ ഫോഴ്സ് ഓഫ്, അപ്പോൾ അതിനിടയ്ക്ക് ഒരു ഫോഴ്സ് 2 × 10⁻⁷ ന്യൂട്ടൺ പെർ മീറ്റർ ഓഫ് ദെയർ ലെങ്ത്, അങ്ങനെ ഒരു ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. അതിനെയാണ് നമ്മൾ 1 ആംപിയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അവിടുത്തെ C question, 2 long parallel conductors carry equal currents in same direction. What is the magnetic field at the midpoint between the 2 conductors? അപ്പോൾ നോക്കിയേ, ഇനി 28th question A. The figure shows a capacitor C, a resistor R and a bulb B connected in series to the AC source of frequency mu. The bulb glows with some brightness. ഒരു കപ്പാസിറ്റർ സി, ഒരു പ്രതിരോധം ആർ, ഒരു ബൾബ് ബി എന്നിവ ശ്രേണി രീതിയിൽ മ്യൂ ആവൃത്തിയിലുള്ള AC സ്രോതസ്സുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ബൾബ് തെളിച്ചത്തോടെ പ്രകാശിക്കുന്നു. അതാണ് ആ ഫിഗർ അവിടെ തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദ ഗ്ലോ ഓഫ് ദ ബൾബ് ചേഞ്ച് ഇൻ ദ ഫോളോയിങ് സിറ്റുവേഷൻസ്? ഓക്കെ, ചുവടെ പറഞ്ഞിരിക്കുന്ന സാഹചര്യങ്ങൾ ബൾബിന്റെ തെളിച്ചം മാറുന്നത് എപ്രകാരമായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കപ്പാസിറ്റർ പ്ലേറ്റ് ഈസ് ഡബിൾഡ് കീപ്പിംഗ് ആർ ആൻഡ് ഫ്രീക്വൻസി കോൺസ്റ്റന്റ്. അപ്പോൾ എന്താണ്, കപ്പാസിറ്റർ പ്ലേറ്റിലെ ഡിസ്റ്റൻസ് ഇരട്ടിയാക്കും, റെസിസ്റ്റൻസും ഫ്രീക്വൻസിയും കോൺസ്റ്റന്റ് ആക്കി വെക്കും. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യും, അതായത് നമ്മൾ കപ്പാസിറ്റർ പ്ലേറ്റുകളുടെ ഡിസ്റ്റൻസ് ഇരട്ടിയാക്കും. അപ്പോൾ അവിടുത്തെ ഡിസ്റ്റൻസ് എത്രയാകും, 2D. നേരത്തെ D ആയിരുന്നെങ്കിൽ ഇപ്പോൾ 2D ആവും, 2 ടൈംസ് ആവും. അപ്പോൾ ഈ പ്ലേറ്റുകൾ തമ്മിലുള്ള ദൂരം കൂടുമ്പോൾ കപ്പാസിറ്റൻസ് എന്ത് ചെയ്യും, കുറയും. അതായത് നമുക്കറിയാം C = അതായത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, കപ്പാസിറ്റൻസ് എന്ന് വെച്ചാൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് എന്ന് നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഡിസ്റ്റൻസ് കൂടുകയാണെങ്കിൽ കപ്പാസിറ്റൻസ് കുറയും. അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് കൂടി, അപ്പോൾ ഡിസ്റ്റൻസ് കൂടുമ്പോൾ കപ്പാസിറ്റൻസ് കുറയും. കപ്പാസിറ്റൻസ് കുറയുമ്പോൾ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് കൂടും. അങ്ങനെ ഇതെന്ത് ചെയ്യും, ആ സർക്യൂട്ടിലെ ഇമ്പിഡൻസ് കൂട്ടുകയും കറണ്ട് കുറയുകയും ചെയ്യും. അപ്പോൾ കറണ്ട് കുറയുമ്പോൾ നമുക്ക് ബ്രൈറ്റ്നസ്, നമുക്കറിയാം കറണ്ട് കുറയുകയാണെങ്കിൽ ബ്രൈറ്റ്നസ് എന്ത് ചെയ്യും, കുറയും അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് എൻ്റെ ആൻസർ ബ്രൈറ്റ്നസ് കുറയുമെന്ന് എഴുതാം. ഓക്കെ, അടുത്ത രണ്ടാമത്തത്, ദ ഫ്രീക്വൻസി ഓഫ് എൻ AC സോഴ്സ് ഇൻക്രീസസ് കീപ്പിംഗ് C and R കോൺസ്റ്റന്റ്. അപ്പോൾ കപ്പാസിറ്റൻസും റിയാക്റ്റൻസും കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് എന്താണ്, AC സോഴ്സിൻ്റെ ഫ്രീക്വൻസി കൂട്ടുകയാണ്. ഫ്രീക്വൻസി കൂട്ടുകയാണെങ്കിൽ എന്താ സംഭവിക്കുക, അപ്പോൾ ഫ്രീക്വൻസി കൂട്ടുകയാണെങ്കിൽ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് കുറയും. കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് കുറഞ്ഞാൽ എന്ത് ചെയ്യും, കറണ്ട് കൂടും. അപ്പോൾ കറണ്ട് കൂടി എന്ത് ചെയ്യും, ബ്രൈറ്റ്നസ് കൂടും. അപ്പോൾ അവിടെ അതാണ് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബൾബിൻ്റെ പ്രകാശം കൂടുകയാണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ, 28th B ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കണ്ടീഷൻ ഫോർ റെസൊണൻസ് ഇൻ സീരീസ് LCR സർക്യൂട്ട്? അപ്പോൾ എന്താ, സീരീസ് LCR സർക്യൂട്ടിലെ റെസൊണൻസിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എപ്പോഴാണ് റെസൊണൻസിലാവുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും കപ്പാസിറ്റീവ് റിയാക്റ്റൻസും ഈക്വൽ ആവുന്ന കണ്ടീഷനിലാണ് റെസൊണൻസ് ഉണ്ടാകുന്നത്. അതായത് XL = XC ആവുന്ന കണ്ടീഷനിൽ. ഓക്കെ, C question, in series LCR circuit what is the value of impedance at resonance? Okay, LCR സർക്യൂട്ടിൽ ഇമ്പിഡൻസിന്റെ വാല്യൂ എത്രയാണ്, റെസൊണൻസിലായിരിക്കുമ്പോൾ ഇമ്പിഡൻസിന്റെ വാല്യൂ എത്രയെന്നാണ് ചോദിക്കുന്നത്. ഇമ്പിഡൻസിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസിന്റെ വാല്യൂവിന് തുല്യമായിരിക്കും. അതായത് റെസൊണൻസ് സമയത്ത് ഇമ്പിഡൻസിന്റെ വാല്യൂ ഏറ്റവും കുറവാണ്. അപ്പോൾ അതായത് റെസിസ്റ്റൻസിന്റെ വാല്യൂ ആയിരിക്കും ഇമ്പിഡൻസിന് കിട്ടുന്നത്. അതുകൊണ്ട് Z = R എന്ന് നമുക്ക് പറയാം. ഇനി അടുത്ത 29th question A. Complete the ray diagram showing the image formation for refraction at a spherical surface and derive the relation between the object distance u and the image distance v in terms of n1, n2 and r. ഓക്കെ, അപ്പോൾ ഒരു ഗോളാകൃതിയിലുള്ള പ്രതലത്തിൽ അപവർത്തനം മൂലമുണ്ടാകുന്ന പ്രതിബിംബ രൂപീകരണം കാണിക്കുന്ന രേഖാചിത്രം പൂർത്തിയാക്കി വസ്തുവിന്റെ ദൂരം u, പ്രതിബിംബ ദൂരം v എന്നിവ തമ്മിലുള്ള ബന്ധം, അപവർത്തനാംഗങ്ങൾ n1, n2 അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സസ്, ആരം r എന്നിവയുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്താനാണ് ചോദിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു ഒബ്ജക്റ്റ് O എടുക്കുകയാണ്. അത് റെയറർ മീഡിയത്തിലാണ്. അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n1 എന്ന് എടുത്തു. അപ്പോൾ n1 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ഒരു O എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആ റെയറർ മീഡിയത്തിൽ ഇരിക്കുന്നതാണ് ആ ചിത്രത്തിൽ ആദ്യത്തിൽ പറയുന്നത്. അത് കഴിഞ്ഞ് എന്ത് ചെയ്യും, ഈ ഒബ്ജക്റ്റിൽ നിന്ന് ഒരു റേ എന്ത് ചെയ്യും, ഇവിടെ ആ സ്ഫെറിക്കൽ സർഫസ് പോയിന്റ് N എന്ന് പറഞ്ഞ് കാണിക്കുന്ന ആ സ്ഫെറിക്കൽ സർഫസിൽ ഹിറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, റിഫ്രാക്റ്റ് ചെയ്ത് അതെങ്ങോട്ട് പോകും, ഡെൻസർ മീഡിയത്തിലോട്ട് പോകും. അപ്പോൾ റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലോട്ട് പോകുന്നു, അവിടെ വിത്ത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n2 ആയിട്ട്. ഓക്കെ, അങ്ങനെ ഈ റിഫ്രാക്റ്റഡ് റേ എന്ത് ചെയ്യും, പ്രിൻസിപ്പൽ ആക്സിസ് അറ്റ് പോയിന്റ് I എന്ന് പറയുന്ന പോയിന്റിൽ മീറ്റ് ചെയ്യും. അങ്ങനെ റിയൽ ഇമേജ് ഫോം ചെയ്യുന്ന കണ്ടീഷനാണ് ഇവിടെ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ,
ഇനി നമുക്കറിയുന്നുള്ളത് നമ്മൾ ഇവിടെ ഒരു അപ്പർച്ചർ സ്മോൾ ആണ്. അപ്പോൾ ഈ സ്മോൾ അപ്പർച്ചർ ആകുമ്പോൾ ആംഗിൾസ് എന്ന് വെച്ചാൽ ഭയങ്കര ചെറുതായിരിക്കും. അപ്പോൾ നമുക്കിവിടെ ടാൻ തീറ്റേനെ തീറ്റ എന്ന് എടുക്കാം, വളരെ ചെറുതായതുകൊണ്ട്. അങ്ങനെ നമ്മൾ അത് സോൾവ് ചെയ്യുമ്പം നമുക്കിവിടെ ഐൻ്റെയും ആറിൻ്റെയും ഒക്കെ വാല്യൂ അത് വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് അത് അടുത്ത സ്റ്റെപ്പ്. അത് കഴിഞ്ഞ് നമ്മൾ സ്നെൽസ് ലോ അപ്ലൈ ചെയ്യുവാണ്. അപ്പോൾ രണ്ടാമത് നമ്മൾ സ്മോൾ ആംഗിൾ അപ്രോക്സിമേഷനാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് സ്നെൽസ് ലോ അപ്ലൈ ചെയ്യുകയാണ്. സ്നെൽസ് ലോ നമുക്കറിയാം, സ്നെൽസ് ലോ അനുസരിച്ച് N1 sin I = N2 sin R എന്നറിയാം. അപ്പോൾ നമുക്കിവിടെ സ്മോൾ ആംഗിൾ ആയതുകൊണ്ട് നമുക്ക് ആംഗിൾ ചെറുതായിരിക്കും. അപ്പോൾ നമുക്ക് N1I ആംഗിൾ തന്നെ എടുക്കും. N1I = N2 R എന്ന് എടുക്കും. എന്നിട്ട് നമ്മൾ ഈ ഐയുടെയും ആറിൻ്റെയും ഇക്വേഷനൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിട്ട് MN വെച്ചൊക്കെ ഡിവൈഡ് ചെയ്ത് നമുക്ക് കെട്ടി റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ആ കിട്ടുന്ന ആ ഇക്വേഷനിൽ രണ്ടാമതൊരു ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷനിൽ നമ്മൾ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യണം. സൈൻ കൺവെൻഷൻ എന്ന് പറയുമ്പോൾ OM എന്താണ്, -u. അത് നമുക്ക് നേരത്തെ അറിയാം, അവിടുന്ന് ഫിഗറിന് കിട്ടും -u. MI = +v M എന്ന് വെച്ചാൽ +r ആയിരിക്കും. അതിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ആ ഇക്വേഷൻ 2 അങ്ങനെ പുതിയ ഈ ഫോമിൽ രൂപപ്പെട്ട് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ. ഓക്കെ, അടുത്ത B ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എ ഡബിൾ കോൺവെക്സ് ലെൻസ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട്, n തന്നിട്ടുണ്ട് അല്ലേ, 1.5 തന്നിട്ടുണ്ട്, ഹാസ് ബോത്ത് റേഡിയോ ഓഫ് കർവേച്ചർ. അപ്പോൾ 2 റേഡിയോ ഓഫ് കർവേച്ചറും തന്നിട്ടുണ്ട്, 20 സെൻറ്റിമീറ്റർ വെച്ചെന്ന്. അപ്പോൾ ഒന്ന് 20യും ഒന്ന് -20 ആയിരിക്കും. ഫൈൻഡ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലെൻസ്. അപ്പോൾ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ 1/f = n-1 × 1/r1 - 1/r2 എന്ന് പറഞ്ഞ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ n ഇവിടെ തന്നിട്ടുണ്ട് 1.5 ആണെന്ന്. അപ്പോൾ 1.5 - 1 ചെയ്തിട്ട് 1/r1 സ്ഥാനത്ത് 20 എന്നും -1/r2 സ്ഥാനത്ത് -20 എന്ന് ചെയ്യും. അത് നമ്മൾ കാൽക്കുലേറ്ററിലിട്ട് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 20 സെൻറ്റിമീറ്ററിന് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് 1/f ആണ് കിട്ടിയ ആ കാൽക്കുലേറ്റർ കിട്ടുന്ന വാല്യൂ. അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ നമുക്ക് എഫിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞ മോഡൽ എക്സാം ഫിസിക്സ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ദിസ് ഈസ് മീ ദിവ ജാർവി സൈനിങ് ഓഫ്.